for persons with disabilities. ഞാൻ അതിന്റെ ആ ഒരു പിന്നെ ഇത് സ്ക്രീനുകൾ കാണിച്ചു തരാം, നിങ്ങൾക്ക് സ്ലൈഡുകൾ കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ ഇത് എടുത്തിട്ടില്ലായിരുന്നല്ലോ, 7 പ്രിൻസിപ്പിൾസ് ഓഫ് യൂണിവേഴ്സൽ ഡിസൈൻ. യൂണിവേഴ്സൽ ഡിസൈൻ എന്താണെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇല്ലേ? ഓർക്കുന്നുണ്ടോ? എനിക്ക് എന്റെ ഓർമ്മ വെച്ച് നമുക്ക് ഈ ഏരിയ മുതലാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകേണ്ടത്. ഈ ഏരിയയും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ ഒരു യൂണിവേഴ്സൽ ഡിസൈൻ എന്നാന്ന് പറഞ്ഞതിന് ശേഷം അതിന്റെ പ്രിൻസിപ്പിൾസ് പറഞ്ഞു. പിന്നെ ഇതിന്റെ ഒരു 10 കാര്യങ്ങളുണ്ട്. പിന്നെ 10 things to know about universal design. അപ്പൊ ആ ഒരു ഏരിയ ആണ് പറഞ്ഞു പോകാനുള്ളത്. പിന്നെ അതിനുശേഷം യൂണിവേഴ്സൽ ഡിസൈൻ പ്രാക്ടീസ് ചെയ്യും, അതിന് അപ്ലിക്കബിൾ ഏരിയാസും, പിന്നെ അതുപോലെ തന്നെ അതിനുശേഷമാണ് പിന്നെ UD എന്താണെന്നും UDI UDL ഈ ഒരു ഏരിയ ആണ് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. അപ്പോ അത് നിങ്ങളൊന്ന് കൺഫേം ചെയ്യണം, അങ്ങനെയാണെങ്കിൽ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓർക്കുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞ സ്ഥലം എവിടെയായിരുന്നു? നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഹലോ? നോട്ട് എഴുതിയാൽ സാർ ലാസ്റ്റ് ആക്സസിബിലിറ്റി ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി, അതായിരുന്നു ലാസ്റ്റ് എഴുതിയത്. ആക്സസിബിലിറ്റി ഫോർ അതാണോ ലാസ്റ്റ് നോട്ട് ചെയ്തിട്ടുള്ളത്? അതിന്റെ ശേഷം കുറച്ച് എടുത്തെന്ന് തോന്നുന്നു. ഓക്കെ, അത് നമ്മൾ അതിന്റെ തന്നെ ഫസ്റ്റ് സ്ലൈഡിലുള്ള ഏരിയാസ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, അതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഫസ്റ്റ് സ്ലൈഡിലുള്ളതാണ്. ആക്സസിബിലിറ്റിയുടെ വിഷയമാണല്ലേ നമ്മൾ ലാസ്റ്റ് അത് കഴിഞ്ഞിട്ടുണ്ട്. ആക്സസിബിലിറ്റീസ് ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി. അപ്പൊ അതിന്റെ കുറച്ച് 10-12ഓളം പോയിന്റുകൾ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് ആ പോയിന്റ്, അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫൈൻ. ഏതായാലും അതിനുശേഷമാണ് നമ്മൾ യൂണിവേഴ്സൽ ഡിസൈൻ ആ കാര്യങ്ങളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞിട്ട് പോവാ എന്താണ് UD എന്നുള്ളത്. നിങ്ങൾ സ്ക്രീന് കാണുന്നുണ്ടോ അല്ലെ? നിങ്ങൾ സ്ലൈഡ് കാണുന്നില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് UD എന്നുള്ളത്. UD എന്ന് പറഞ്ഞാല് യൂണിവേഴ്സൽ ഡിസൈൻ is the composition of an environment so it can be accessed, understood and used to the greatest extent possible by all people regardless of age, size, ability or background. It's not a special requirement for a minority group but rather than a fundamental condition of good design that benefits everyone. അപ്പൊ യൂണിവേഴ്സൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു ആഗോളപരമായിട്ടുള്ള ഡിസൈൻ എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും യൂസ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാധനത്തിന്റെ ക്രിയേഷൻ ആണ്, അതിന്റെ ഒരു ഡിസൈൻ ആണ് യൂണിവേഴ്സൽ ഡിസൈൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ബിൽഡിംഗ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ്, ഇനിയിപ്പോ നമ്മുടെ എഡ്യൂക്കേഷനെ കണക്ട് ആണെങ്കിൽ ഇപ്പൊ ലെസൺസ് കാര്യങ്ങൾ അതിന്റെ കരിക്കുലം അതൊക്കെ അവരുടെ ഏജ് അവരുടെ മറ്റുള്ള കാര്യങ്ങളൊന്നും പിന്നെ കണക്കാക്കാതെ പിന്നെ എല്ലാ ആളുകൾക്കും ഒരുപോലെ ഉപയോഗിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു ക്രിയേഷൻ ആണ് യൂണിവേഴ്സൽ ഡിസൈൻ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ അങ്ങനെ ചർച്ച ചെയ്തു പോരുന്നത്. അപ്പോ അതായത് ഒരു പിന്നോക്കം നിൽക്കുന്ന ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് മാത്രം ഉപയോഗിക്കുന്ന രീതിയിൽ ഒരു കാര്യത്തെ ഡിസൈൻ ചെയ്യാന്നല്ല, എല്ലാ ആളുകൾക്കും ഉപയോഗിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സൽ ഡിസൈനിൽ പറയുന്നത്. അതിൽ തന്നെ പിന്നെ നമ്മൾ ഡിസബിലിറ്റി ആയ ആളുകൾക്ക് പിന്നെ യൂണിവേഴ്സൽ ഡിസൈൻ, അതിൽ തന്നെ UDI UDL ഒക്കെ ആവശ്യത്തിൽ നമ്മൾ വേറെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇത്
ആ ഒരു ജനറൽ കോൺസെപ്റ്റ് ആണ് മനസ്സിലുള്ളത് എന്താണ് UD എന്നുള്ളത്. പിന്നെ അതിലാണ് നമ്മൾ അതിന്റെ 7 പ്രിൻസിപ്പിൾസ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ വോയിസ് ക്ലിയറിലെ പറയണം കേട്ടോ, എനിക്ക് പിന്നെ ഞാൻ ഒരുപാട് ശബ്ദം എടുക്കുന്നില്ല. അപ്പൊ ഇതിന്റെ യൂണിവേഴ്സൽ ഡിസൈൻസിന്റെ 7 പ്രിൻസിപ്പിൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് you can see 1997 by a working group of architects, product designs, engineers and environmental design researchers. അപ്പോ അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ആണ്, ഒരു പ്രത്യേകം എക്സ്പെർട്ടൈസ് ഉള്ള ആളുകളല്ല, എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും കൂടെ ക്രിയേറ്റ് ചെയ്താണ് യൂണിവേഴ്സൽ ഡിസൈൻ എന്താണെന്നും പിന്നെ അതിന്റെ പ്രിൻസിപ്പിൾസും. അപ്പൊ അതിന്റെ പ്രിൻസിപ്പിൾസ് ആണ് ഈ പറയുന്നത്. 7ഓളം പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഒന്ന് ഇക്വിറ്റബിൾ യൂസ് ആണ് അല്ലെ, ഇക്വിറ്റബിൾ യൂസ്. സോ ദ ഡിസൈൻ ഈസ് യൂസ്ഫുൾ ആൻഡ് മാർക്കറ്റബിൾ ടു പീപ്പിൾ വിത്ത് ഡൈവേഴ്സ് എബിലിറ്റീസ്. അപ്പോ നമ്മുടെ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, വ്യത്യസ്തപരമായ ആളുകളാണ്, ഡൈവേഴ്സ് എബിലിറ്റി ഉള്ള ആളുകളാണ്. അതിൽ ഡിസേബിൾഡ് ആയ ആളുകളുണ്ട്, അല്ലാത്ത തരത്തിലുള്ള ആളുകളുണ്ട്, പലതരത്തിലുള്ള ഡിസേബിലിറ്റി ഉള്ള ആളുകളുണ്ട്. അപ്പോൾ ഈ ആദ്യത്തെ ഒരു പിന്നെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇക്വിറ്റബിൾ യൂസ് ആണ്. ദ ഡിസൈൻ ഷുഡ് ബി യൂസ്ഫുൾ ഫോർ എവ്രി വൺ, എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അത് ഒരേ രീതിയിലാണോ എന്നുള്ളത് ചോദിക്കും. നമ്മളിപ്പോ ഒരു പിന്നെ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഒരേപോലെയാണ് ഉപയോഗിക്കാൻ കഴിയുന്നുള്ളത് അല്ല, അതിന്റെ വ്യത്യസ്ത രീതിയിൽ ഉപയോഗിക്കും. കോണ്ടന്റ് ഒന്ന് തന്നെയായിരിക്കും, പക്ഷെ അതിന്റെ ഉപയോഗം അത് അവരുടെ നീഡിനനുസരിച്ചിട്ടായിരിക്കും. നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്ക്, അത് ടെക്സ്റ്റ് ബുക്ക് ഒരു നോർമൽ ആയ ആളെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് നോർമൽ റീഡിങ് മാത്രമാണ്. അപ്പൊ അതൊരു ബ്ലൈൻഡ് ആയ ആൾ അതിന് ഉപയോഗിക്കുമ്പോൾ ആ സെയിം കോണ്ടന്റ് ആയിരിക്കും, പക്ഷെ അതൊരു ബ്രെയിൽ ആയിരിക്കും അല്ലെ, അതൊരു ബ്രെയിൽ റീഡിങ് സിസ്റ്റം ആയിരിക്കും. അപ്പൊ അത്തരത്തില് ഓരോ ആളുകൾക്കും ഏത് രീതിയിലാണ് അത് ഉപയോഗിക്കുന്നത് ആ രീതിയിൽ ആ ഒരു സെയിം കണ്ടന്റിന് അവൈലബിൾ ആണെന്നുള്ളതാണ് ഈ ഇക്വിറ്റബിൾ യൂസ് കൊണ്ട് പറയുന്നത്. രണ്ടാമത്തത് ഫ്ലെക്സിബിലിറ്റി ഇൻ യൂസ് ആണ്. ദ ഡിസൈൻ അക്കോമഡേറ്റ്സ് എ വൈഡ് റേഞ്ച് ഓഫ് ഇൻഡിവിജ്വൽ പ്രിഫറൻസ് ആൻഡ് ഇതൊക്കെ ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ ഓർച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാ. ഫ്ലെക്സിബിലിറ്റി ഇൻ യൂസ് എന്ന് പറയുന്നത് അതിനെ തന്നെ എന്താണ്, ഡിഫറെന്റ് വേ ഓഫ് യൂസിങ് ഇറ്റ് എന്നാണ്, ഡിഫറെന്റ് വേസ് ഓഫ് യൂസിങ് ഇറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ആദ്യത്തത് എല്ലാവർക്കും ഉപയോഗിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഫ്ലെക്സിബിലിറ്റി ഇൻ യൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് തന്നെ, ആ ഒരു സെയിം കണ്ടന്റിൽ തന്നെ ഡിഫറെന്റ് വേ ആണ് അല്ലെ. നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും, അല്ലാതെ പിന്നെ ലിസൺ ചെയ്യാനും അതിന്റെ ഓഡിയോ ഡിസ്ക്രിപ്ഷൻസ് ശ്രദ്ധിക്കാൻ അങ്ങനെ കഴിയും. അപ്പോ ആ യൂസേഴ്സിന് ദേ ക്യാൻ ചൂസ് വാട്ട് സ്യൂട്ട്സ് ദം അല്ലെ, അവർക്ക് ഏത് രീതിയാണ് ഏറ്റവും സൂറ്റ് ആയിട്ടുള്ളത് ആ ഒരു രീതിയിൽ ആ യൂസേഴ്സിന് എന്താക്കാൻ ചൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഫ്ലെക്സിബിലിറ്റി ഇൻ യൂസ് പറയുന്നത്. മൂന്നാമത്തെ ഒന്നാണ് സിമ്പിൾ ആൻഡ് ഇൻറ്റ്യൂട്ടീവ് യൂസ് അല്ലെ. എന്ന് പറഞ്ഞാല് എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ഒരു പിന്നെ എബിലിറ്റി വേണമെന്നൊന്നുമില്ല. അത് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഈവൻ ഫോർ ബിഗിനേഴ്സ് അല്ലെ. എല്ലാ ആളുകൾക്കും ഒരുപോലെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതാണ് സിമ്പിൾ ആൻഡ് ഇൻറ്റ്യൂട്ടീവ് യൂസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഉള്ള ആളുകളാണെങ്കിൽ അതിലും കറക്റ്റ് ഈ പോയിന്റുകൾ ചിലതൊക്കെ പോയിന്റ് ആയിട്ടല്ല പറയുന്നത്, പക്ഷെ അത് PPT-യിലേക്ക് പോയിന്റുകളാക്കി മാറ്റിയിട്ടുള്ളതാണ്. അപ്പൊ ഈ കണ്ടന്റുകൾ തന്നെയാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. നിങ്ങൾ അവിടെ ഇല്ലേ, ഉള്ള ആളുകളൊക്കെ അവിടെ ഇല്ലേ? ഓക്കെ ഓക്കെ ഫൈൻ 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 ക്ലിയർ അല്ലേ, പറയണം കേട്ടോ. പിന്നെ നാലാമത്തെ പോയിന്റ് പറയുന്നത് പെർസെപ്റ്റബിൾ ഇൻഫർമേഷൻ ആണ്. Communication of necessary information effectively regardless of ambient conditions of the user's sensory abilities. അഥവാ പിന്നെ ഈ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അത് എല്ലാ സെൻസസിനും എന്തായിരിക്കും പിന്നെ ക്ലിയർ ആണെന്നുള്ളതാണ്. അത് ഒരു സെൻസസിന് മാത്രം എന്നുള്ളതല്ല, നമുക്ക് കേൾക്കാൻ, കാണാൻ, അങ്ങനെ എല്ലാ സെൻസറി ഓർഗാൻസിനും പിന്നെ കണക്റ്റഡ് ആയിട്ടുള്ളതാണ് നാലാമത്തെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പെർസെപ്റ്റബിൾ ഇൻഫർമേഷൻ ആണ്. ഇപ്പൊ നമുക്കൊരു സബ് ടൈറ്റിൽ ഉപയോഗിച്ച് നമ്മൾ TV-യിൽ ചില ഷോസിൽ ചില മൂവീസ് കാണുന്നത്, പിന്നെ അതുപോലെ ചില വിഷ്വൽ സൈനുകൾ വിത്ത് അതിന്റെ സിമ്പിളുകൾ ഉപയോഗിച്ച്, അപ്പൊ അത്തരത്തിലുള്ള എന്താണ് എല്ലാ സെൻസറി ഓർഗാൻസിനും ഇതിനെന്താ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അഞ്ചാമത്തെ പോയിന്റ് tolerance for error. The design minimize hazards and address consequences of accidental or unintended actions അല്ലെ. അപ്പോ ഒരു യൂണിവേഴ്സൽ ഡിസൈനിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ടോളറൻസ് ഓഫ് എറർ ആണ്. അപ്പോ അതിന് എററുകൾ ഉണ്ടാവും, സ്വാഭാവികമായിട്ടും എല്ലാത്തിനും ചെറിയ എററുകൾ സ്വാഭാവികമായിട്ടും വരുത്തുന്നുണ്ട്. എങ്കിലും അതിന്റെ എററിനെ എന്താക്കുക,
റെഡ്യൂസ് അല്ലെ, ഷുഡ് റെഡ്യൂസ് ദ മിസ്റ്റേക്സ് ആൻഡ് പ്രിവെന്റ് ഡേഞ്ചർ. ഒരു ഡേഞ്ചേഴ്സിനൊക്കെ പ്രിവെന്റ് ചെയ്യാം. പിന്നെ അതിന് നമുക്ക് ഇല്ലേ അതിന്റെ കൃത്യമായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ അതിനെയൊക്കെ ഓവർകം ചെയ്യുന്ന രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഡാമേജ് ആവും, അത് ഡേഞ്ചർ ആവും അല്ലെ. അങ്ങനെ നമുക്കറിയാം ഫോണുകളൊക്കെ പൊട്ടിത്തെറിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോ ഫോണിന്റെ ഒരു ഡിസൈനിൽ ഒരിക്കലും അതൊന്നില്ല പൊട്ടിത്തെറിക്കുന്നില്ല. പക്ഷെ നമ്മളെ ഭാഗത്തുള്ള ചില മിസ്റ്റേക്ക് ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ ഗെയിമിംഗ് ഫോണുകളൊക്കെ ആകുമ്പോൾ ആളുകൾ എന്താവും അതിനെ കുത്തിയിട്ട് ഉപയോഗിക്കരുത് എന്നുള്ളത് ആ ഒരു ഫോണിന്റെ ഒരു പിന്നെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. പക്ഷെ അത് നമ്മൾ പാലിക്കാതിരിക്കുമ്പോൾ അത് ഓവർ ഹീറ്റ് ആവുന്നു, അത് വേണ്ട റെസ്റ്റ് അതിന് കിട്ടാതിരിക്കുമ്പോൾ ചിലപ്പോൾ അത് ബ്ലാസ്റ്റ് ആവും. അപ്പൊ അത്തരത്തിൽ നമ്മൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് പാലിക്കാതിരിക്കുമ്പോൾ ഒരുപക്ഷെ എന്താക്കും ഡേഞ്ചറിലേക്ക് അതിനെ കൺവേർട്ട് ആവും എന്നുള്ളതാണ്. ഇപ്പോ നമുക്ക് പിന്നെ നിങ്ങൾ കണ്ടോ, പിന്നെ ചിലതിൽ ഫോണുകളിലൊക്കെ ഈ ഒരു പോപ്പപ്പ് വരുമല്ലോ അല്ലെ. നമ്മളിപ്പോ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കാണ്. അഥവാ നമുക്കറിയാം അറിയാതെ ഇപ്പൊ കീശയിലുള്ള സമയത്തോ ഏതെങ്കിലും കുട്ടികൾ തട്ടുമ്പോഴോ ഒക്കെ അതിന് ഡിലീറ്റ് ഓപ്ഷൻ വരുമ്പോൾ ഡയറക്റ്റ് ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ അത് ഡിലീറ്റ് ആയി പോകുന്നുണ്ടോ? ഇല്ല. അതിന് മുമ്പ് നമുക്കൊരു പോപ്പപ്പ് വരും അല്ലെ, ഒരു ഇഷ്യൂ അതായത് പെർമനന്റ്ലി ഡിലീറ്റ് ആക്കാനാണോ എന്നുള്ളത് ഓക്കെ അല്ലെങ്കിൽ ക്യാൻസൽ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പൊ അതെന്ന് വെച്ചാൽ അതൊരു മിസ്റ്റേക്സ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ ഒരു സെറ്റപ്പ് ആണ് അതിനുള്ളത്. അതുപോലെ ഇപ്പൊ ഐഫോണുകൾക്കൊക്കെ ആണെങ്കിലും ഓരോന്നിനും വാണിംഗുകൾ ഉണ്ടാവും. ഇപ്പോ നമ്മളെ കാറുകൾ നോക്കുക, അതിന്റെ പിന്നെ ഓയിൽ തീർന്നാലും മറ്റതിനൊക്കെ എന്താണ് കൃത്യമായി അതിന്റെ വാണിംഗുകൾ പിന്നെയാണ് അതിന്റെ പിന്നെ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ആയിട്ട് അത് മാറുന്നത്. അതുവരെ അത് നമുക്ക് വാണിംഗുകളൊക്കെ കാണിച്ചിരുന്നത്. അപ്പൊ നമുക്കതിനെ കൃത്യമായിട്ട് അതിനെ ചികിത്സിക്കാം. പിന്നെ ലോ ഫിസിക്കൽ എഫേർട്ട് അതാണ് അടുത്ത ഒരു യൂണിവേഴ്സൽ ഡിസൈൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അല്ലെ. ഡിസൈൻ ക്യാൻ ബി യൂസ്ഡ് എഫിഷ്യന്റ്ലി കംഫർട്ടബിൾ വിത്ത് എ മിനിമം ഓഫ് ഫാറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ടു മച്ച് എഫേർട്ട് ഇല്ലാതെ ഈസി ആയിട്ട് അതിനെ ക്യാരി ചെയ്യാൻ അല്ല അതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ് ആറാമത്തത്. ഏഴാമത്തത് സൈസ് ആൻഡ് സ്പേസ് ഫോർ അപ്രോച്ച് ആൻഡ് യൂസ്. അഥവാ ഓക്കെ ഇനഫ് എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ഇല്ല ഇപ്പൊ ഒരു വീൽ ചെയർ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഒരു വൈഡ് ഡോർ അല്ലെ, നമ്മൾ സ്വാഭാവികമായിട്ടുള്ള വീട് ഇപ്പൊ ഒരു പൊതു സ്ഥാപനമാകുമ്പോ അവിടെ നമ്മളെ വീട്ടിന്റെ ഉള്ളിലുള്ള ഒരു ഡോർ പോലെ ആയിരിക്കരുത് അല്ലെ. അവിടെ ഇച്ചിരി വൈഡ് ആയിട്ടുള്ള ഡോറുകളാണ് സെറ്റ് ചെയ്യേണ്ടത്. കാരണം അവിടെ എല്ലാ രീതിയിലുള്ള പിന്നെ ഇപ്പൊ ഒരു ഹോസ്പിറ്റലാകുമ്പോൾ അവിടെ വീൽ ചെയർ വരും, സ്ട്രെച്ചർ വരും, അത്തരത്തിലുള്ള എല്ലാം നമ്മൾ എന്താകണം മുൻകൂട്ടി കണ്ടിട്ടായിരിക്കണം അതിന്റെ ഡിസൈൻ ഉണ്ടായിരിക്കേണ്ടത്. അത്തരത്തില് സൈസ് ആൻഡ് സ്പേസ് എന്തായിരിക്കണം, അത് അപ്രോച്ചബിൾ ആയിരിക്കണം, അത് ഈസി ടു യൂസ് ആയിരിക്കും. അപ്പൊ ഇത്ര 7 കാര്യങ്ങൾ അതിന്റെ പ്രിൻസിപ്പിൾസ് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്. ഒരുപക്ഷെ നമുക്കൊരു 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വരാൻ സാധ്യത. വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് യൂണിവേഴ്സൽ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഈ 7 പോയിന്റുകൾ നമ്മളൊന്ന് വിശദീകരിച്ച് എഴുതി കൊടുത്താൽ വിത്ത് എക്സാമ്പിൾസ് ഈസി ടു സ്കോർ ദ മാർക്ക്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ടായിരുന്നു നമ്മള് പിന്നെ ഈ ഒരു വിഷയമാണ് 10 കാര്യങ്ങളോളം അല്ലെ, 10 things to know about യൂണിവേഴ്സൽ ഡിസൈൻ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ സെയിം തന്നെയാണോ ഈ ഒരു സൈഡ് ഹെഡിങ് വരുന്നത്? ഇങ്ങനൊരു ടൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ടെക്സ്റ്റില്? ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ അത് പറയുന്നത് improve the original design അല്ലെ. improve the original design. UD aims to make the original design more inclusive without diluting the product or compromising its quality to meet the needs of diverse users. അപ്പോ UD പിന്നെ അതായത് ഓൾറെഡി ഉള്ള ഒരു ഡിസൈൻ അതിന്റെ ആ ഒരു പ്രൊഡക്റ്റിന്റെ ബെറ്റർ ആൻഡ് മോർ ഇൻക്ലൂസീവ് ആണ് ഉദ്ദേശിക്കുന്നത് വിത്തൗട്ട് റെഡ്യൂസിങ് ഇറ്റ്സ് ക്വാളിറ്റി. അപ്പൊ ഒരു പ്രൊഡക്റ്റ് ഓൾറെഡി ഉള്ള ഒരു പ്രൊഡക്റ്റ് അതിനെ പുതുതായിട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമുള്ള, ഇപ്പൊ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഒരു ഗെയിമിംഗ് ഫോൺ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗെയിമിംഗ് സിസ്റ്റം ആകുമ്പോൾ അത് വെറും ഗെയിം കളിക്കുന്നത് സ്വാഭാവികമായിട്ട് ആരാണ്, പിന്നെ അഡൽട്ട് ആണ്, ടീനേജ് ആണ്. അപ്പൊ അവർക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല, അവർക്കുള്ള ഉപയോഗം അതിലുണ്ടായിരിക്കെ തന്നെ മറ്റ് വിഭാഗക്കാർക്കും അല്ലെ, മറ്റ് വിഭാഗക്കാർക്ക് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിനോ അല്ലെങ്കിൽ ഏജ്ഡ് ആയ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ തന്നെ മോർ ആക്സസിബിലിറ്റി ഉണ്ടാക്കുക അല്ലെങ്കിൽ മോർ എന്താണ് ഫീച്ചേഴ്സ് ഉണ്ടാക്കുക എന്നല്ലാതെ കണ്ട് അതിന്റെ ക്വാളിറ്റിയിലോ അതിന്റെ ഓൾറെഡി ഉള്ള ഒരു ബിൽഡിംഗ് പ്രൊഡക്റ്റിലോ എന്തില്ല ഒരു കോംപ്രമൈസ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ ഒരു സ്മാർട്ട് ഫോൺ നോക്കാം, ഇപ്പോ ടച്ച് കൺട്രോൾ ഉണ്ട് അല്ലെ, ഒരു സ്മാർട്ട് ഫോണിൽ ടച്ച് കൺട്രോൾ ഉണ്ട്. അതേപോലെ തന്നെ ആ ടച്ച് കൺട്രോൾ ഉണ്ടായിരിക്കെ തന്നെ വോയിസ് കൺട്രോളും അതിലുണ്ട്. അപ്പോ ഈ വോയിസ് ഉപയോഗിച്ച് നമ്മൾ വാട്സപ്പ് എടുത്ത് നോക്കൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ടെക്സ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചില ആളുകളുണ്ട് വോയിസ് ടെക്സ്റ്റ് നടത്തുന്നത്. അപ്പൊ വോയിസ് ടെക്സ്റ്റ് തീരെ യൂസ് ചെയ്യാത്ത ഫോണുകളുണ്ട്.
അവർ ടച്ച് മാത്രം ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, വോയിസ് കൺട്രോൾ പിന്നെ എന്താണ് ചാറ്റുകൾ ഉപയോഗിക്കാത്ത ആളുകളുണ്ട്. അതുപോലെ അല്ലെ, അപ്പൊ അത്തരത്തിൽ എല്ലാ എന്താണ് ഫീച്ചേഴ്സും അതിലുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും ഹൈ ക്വാളിറ്റി ആണ്. അപ്പോ ഫസ്റ്റ് ഇംപ്രൂവ് ദ ഒറിജിനൽ ഡിസൈനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് സ്റ്റിൽ ഹൈ ക്വാളിറ്റി ബട്ട് നൗ മോർ പീപ്പിൾ ക്യാൻ യൂസ് ഇറ്റ്. അല്ലെ, ഉള്ള ക്വാളിറ്റി അവിടെ തന്നെ ഉണ്ട്, പക്ഷെ കൂടുതൽ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ പോയിന്റ് ഹൈ എസ്തെറ്റിക് വാല്യൂ. A product does not have to be unattractive to be functional. The aesthetic and usability effects suggest people find designs easier to use when they look easy to use. അപ്പോ എസ്തെറ്റിക് വാല്യൂ അല്ലെ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു 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 മോഡലിന്റെ ഒരു കാണാനുള്ള ഒരു ഭംഗി, ആകാര ഭംഗി എന്ന് പറയുന്നത് ഡിസൈൻ ക്യാൻ ബി, അത് കാണാനൊരു ഭംഗി ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ സെയിം ടൈം അതെന്തായിരിക്കണം, ഫങ്ഷണലുമായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ആളുകൾക്ക് ഇല്ലേ, സ്വാഭാവികമായിട്ട് ഒരാൾ ഫോൺ എടുക്കുമ്പോ അല്ലെങ്കിൽ ഒരു സാധനം എടുക്കുമ്പോ അതിന്റെ ഭംഗിയാണ് ആദ്യം നോക്കുക അല്ലെ. ഫങ്ഷൻ നോക്കുന്നതിനൊപ്പം ഭംഗിയും നോക്കുക. അപ്പൊ എല്ലാം എന്തായിരിക്കണം, അതിന് പിന്നെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്താണെന്ന് മോർ ദാൻ എ ട്രെൻഡ്. ഇറ്റ്സ് നോട്ട് എ ടെമ്പററി സ്റ്റൈൽ ഓർ ഫാഡ്, ഇറ്റ്സ് ആൻ ഓറിയന്റേഷൻ ടു ദ ഡിസൈൻ പ്രോസസ് ദാറ്റ് ബിഗിൻസ് ബൈ കൺസിഡറിംഗ് യൂസേഴ്സ് നീഡ്സ് ഫ്രം ദ വെരി ഫസ്റ്റ് സ്കെച്ച്. അപ്പോ ഈ യൂണിവേഴ്സൽ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഡിസൈൻ ചെയ്യുമ്പോൾ അതൊരു ടെമ്പററി ഫാഷന്റെ അടിസ്ഥാനത്തിലല്ലേ. അറ്റ്സ് എന്താണ്, അതൊരു ലോങ് ടേം എന്താണ് അപ്രോച്ച് ആണ്. അതിന്റെ സ്റ്റാർട്ടിങ് മുതലേ അതിന്റെ യൂസേഴ്സ് ആരാണെന്നാണ്, കൺസ്യൂമേഴ്സ് ആരാണെന്നും അതിന്റെ ഏറ്റവും ബേസിക്സ് ലെവൽ മുതൽ ചിന്തിക്കല്ലോ. അതൊരു ട്രെൻഡിനനുസരിച്ചിട്ടല്ല ഒരു പ്രൊഡക്റ്റ് ഇറങ്ങുന്നുണ്ട്. ട്രെൻഡിനനുസരിച്ച് പ്രൊഡക്റ്റുകൾ മാറി മാറി ഇറങ്ങുമെങ്കിലും അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം അല്ലേ, നമ്മളിപ്പോ ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു കാർ ഇറങ്ങുമ്പോൾ അതിൽ ഓട്ടോമാറ്റിക് ഓപ്ഷൻ ഉണ്ട്, മറ്റു സൺറൂഫ് സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിലും അതിന്റെ ആ ഒരു കാറിന്റെ ബേസിക് ആയിട്ടുള്ള പല സിസ്റ്റം ഉണ്ട്. അപ്പൊ അതൊന്നും മാറ്റം വരുത്തിയിട്ടല്ല ഇവിടെ പിന്നെന്താകുന്നത്, പുതിയത് ഒന്ന് അപ്ലൈ ചെയ്യുന്നത്. പഴയ ബേസിക് ആയിട്ടുള്ളതൊക്കെ അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഒരു ടെമ്പററി ഫാഷന്റെ അടിസ്ഥാനത്തിലല്ല എന്താകുന്നത് ലോഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഇതിനെ ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. നാലാമത്തെ ഒന്ന് ഡസ് നോട്ട് റീപ്ലേസ് ടാർഗറ്റ് മാർക്കറ്റ്സ് അല്ലേ. അപ്പോ UD എന്നുള്ളത് ഉണ്ടാക്കുന്നില്ല, ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റിന് ഒരു സർട്ടൻ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് അത് ഒഴിവാക്കുക മറ്റോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ഗെയിമിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ഗെയിം എന്ന് പറയുന്നത് ടീനേജേഴ്സിനാണ്, പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനെ ഡിസൈൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോ അത് ടീനേജേഴ്സിന് പിന്നെ അതിനെ മേക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇറ്റ്സ് ഈസിയർ ഫോർ എവ്രി വൺ ടു യൂസ് അല്ലെ. ആ ഒരു സെയിം മൊബൈൽ തന്നെ മറ്റുള്ള ആളുകൾക്കും ഉപയോഗിക്കാനുള്ള ഈസി ആയിട്ടുള്ള ആക്സസിബിൾ അതിലുണ്ടായിരിക്കും. അതാണ് പറയുന്നത് ഒരു പ്രത്യേക ടാർഗറ്റ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട്, ടാർഗറ്റ് മാർക്കറ്റിന് വേണ്ടിയിട്ട് എന്താ ഒരു സാധനം റീപ്ലേസ് ചെയ്യുന്നില്ല, അതിനെ മാറ്റുന്നില്ല എന്നുള്ളതാണ്. അഞ്ചാമത്തത് നോട്ട് ജസ്റ്റ് കോംപ്ലിയൻസ് അല്ലേ. ഓക്കെ, അപ്പോ while accessible design standard provide minimum requirement to following legislation, UD is a broader approach that consider all users regardless of age or ability. അപ്പോ അതിന്റെ എന്താണ് ആക്സസിബിലിറ്റി, അതിനൊരു മിനിമം റിക്വയർമെന്റുകൾ ഉണ്ടാവും. ജസ്റ്റ് ഒരു കുറെ റൂൾസ് ഫോളോ ചെയ്യുക എന്നുള്ളതല്ല, അതിന്റെ മിനിമം റിക്വയർമെന്റുകളൊക്കെ മീറ്റ് ചെയ്യും. അപ്പോ മാത്രമല്ല റൂൾസിന്റെ പുറകെ പോവാന്നതിനപ്പുറം എന്താണ്, അത് യൂസേഴ്സിന്റെ ആവശ്യം കൂടി എന്താക്കും പരിഗണിക്കും. അതായത് അവരുടെ ഏജ് ഒന്നും കണക്കാക്കാതെ, അവരുടെ ഏജ് അല്ലെങ്കിൽ അവരുടെ എബിലിറ്റി കണക്കാക്കാതെ എല്ലാ ആളുകൾക്കും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയണം എന്നതിനൊപ്പം തന്നെ അതിന്റെ ഒരു മിനിമം റിക്വയർമെന്റ് ഉണ്ടാവും. ജസ്റ്റ് റൂളുകൾ ഫോളോ ചെയ്ത് പോവുക എന്നുള്ളതല്ല, ഒരു മിനിമം റിക്വയർമെന്റുകളുടെ ആ റിക്വയർമെന്റിലൂടെ എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു 5 പോയിന്റുകളൂടെ അതിലുണ്ട്. Okay, benefits everyone. It's a misconception that UD only helps older people or those with a disability, since everyone experiences limitation at some point due to injury. എന്ന് പറഞ്ഞാൽ ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും ബെനിഫിറ്റ് ആവുന്നതാണ്. അപ്പോ നമുക്കൊരു പൊതുവേ ഒരു ധാരണ ഉണ്ട്, അതായത് ഈ UD എന്ന് പറയുന്നത്, UD എന്ന കോൺസെപ്റ്റ് തന്നെ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക്, ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമുള്ളതാണ്. അങ്ങനെയല്ല, ആളുകളൊക്കെ ഏതെങ്കിലും ഒരു പോയിന്റിൽ അവരൊക്കെ ഡിസേബിൾ ആയിട്ട് മാറുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഒരു നോർമൽ ആയിട്ടുള്ള ഒരാള് നാളെ ഒരു ചെറിയൊരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഹാങ് ഓവർ മാറുന്നത്, അല്ലെങ്കിൽ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ സ്റ്റിച്ച് എടുക്കുന്ന സമയം വരെ ആൾ ഡിസേബിൾഡ് ആണ്. ഇനിയിപ്പോ അല്ലെ മറ്റെന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു
പ്രത്യേക ടൈമിൽ അയാളും ഒരു ഡിസേബിൾഡ് ആണ്. അപ്പോ എല്ലാ ആളുകൾക്കും ഡിസബിലിറ്റി പല രീതിയിലും വരാം. അപ്പോ ഈ യൂണിവേഴ്സൽ ഡിസൈൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു വിഭാഗത്തെ മാത്രമല്ല, എല്ലാ ആളുകൾക്കും ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതിൽ ചിൽഡ്രൻസ് വരുന്നുണ്ട്, അഡൽട്ട് വരുന്നുണ്ട്, എൽഡർലി പീപ്പിൾ വരുന്നുണ്ട്, ഇഞ്ചേർഡ് ആയിട്ടുള്ള ആളുകൾ വരുന്നുണ്ട്. എല്ലാരെയും പിന്നെ ഫോക്കസ് ചെയ്തിട്ടുകൊണ്ട് തന്നെയാണ്. Then for all designers, UD can be applied by any designer, not just specialists, by adopting a person-centered approach and considering diverse use through the design process. അപ്പോ എന്ന് പറഞ്ഞാല് ഏതൊരു അതായത് ഈ പിന്നെ യൂണിവേഴ്സൽ ഡിസൈൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കുക, ഒരു സാധനത്തെ അതിനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അത് അതിന് പ്രത്യേകം സ്പെഷ്യലിസ്റ്റ് ആയ ആളുകൾക്ക് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നുമില്ല. എനി ഡിസൈനേഴ്സ് ഒരു കോമൺ സെൻസിൽ ഒരു ധാരണ ഉള്ള ഏത് ആളുകൾക്ക് ഉണ്ടാക്കാൻ പറ്റും, ഒരു UD യൂസ് ചെയ്യാൻ പറ്റും, അല്ലെ ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അവർ ഇത്തിരി ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് ഡിഫറെന്റ് ആയിട്ടുള്ള പീപ്പിൾ ആളുകൾക്ക്, കൺസ്യൂമേഴ്സിന് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അവർക്ക് ആ രീതിയിൽ യൂസ് ചെയ്യാൻ രീതിയിൽ ഇത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ചിന്ത, അതിലൂടെ അവർക്ക് എന്താക്കാൻ പറ്റും, അത് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതിന് പ്രത്യേക ഒരു വിഭാഗം എന്നില്ല, ഫോർ ഓൾ ഡിസൈനേഴ്സ് ആർക്കും എന്താക്കാൻ പറ്റും, ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഒരു ടീച്ചർ, ഒരു ക്ലാസ് റൂമിലെ ടീച്ചർ എന്ന് പറയുമ്പോൾ ആ ടീച്ചർക്ക് പറഞ്ഞാല് ആ ഒരു പിന്നെന്താണ് കരിക്കുലം ഫ്രെയിമേഴ്സ് ആ ഒരു എക്സ്പെർട്ടൈസ് അവര് ഒരു കരിക്കുലം മാത്രമാണ് കൊടുക്കുന്നത്. അതിൽ ഫാസ്റ്റ് ലേണേഴ്സ്, സ്ലോ ലേണേഴ്സ്, വിഷ്വൽ ലേണേഴ്സ്, അങ്ങനെ ഡിസബിലിറ്റി ഉള്ള ആളുകൾ പലതും ഉണ്ടാവും. അവർക്കൊക്കെ ഉള്ള കരിക്കുലം സ്പെസിഫൈ ആയിട്ട് കൊടുക്കുന്നുണ്ടോ? ഇല്ല. എല്ലാവർക്കും ഒരു കോമൺ കരിക്കുലാണ് കൊടുക്കുന്നത്. പിന്നെ ഒരു ക്ലാസ് ടീച്ചറാണ് as a result of what she or he is experienced from the class, she will design. ചില അവർ കൊടുക്കുന്ന വർക്ക്ഷീറ്റുകൾ എല്ലാ കാര്യങ്ങളൊക്കെ എന്താക്കും, ചില മാറ്റങ്ങളൊക്കെ വരുത്തുന്നത് അത് അവരുടെ കാഴ്ചപ്പാടിൽ നിന്നും അവർ വരുത്തുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ എനിവൺ ക്യാൻ ഡിസൈൻ. എട്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് ത്രൂ ഔട്ട്. UD is not an add-on to be applied at the end. It must be integrated from the very beginning of the design process to be most effective and cost efficient. Okay. അപ്പോ UD എന്ന് പറയുന്നത് അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഒരു കാര്യത്തിന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ എന്താണ് കൃത്യമായിട്ട് ഈ തരത്തിൽ എല്ലാ ആളുകളെയും പരിഗണിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഒരു ലേറ്റ് ആയിട്ട് ആഡഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല. ഇപ്പോ ഒരു ബിൽഡിംഗ് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്കറിയാം റാമ്പുകൾ ഒക്കെ വേണ്ടിയിട്ട് എന്താക്കാൻ പറ്റും, ഒരു പ്ലാനിങ് ഉണ്ടാവും. അത് കൺസ്ട്രക്ഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ റാമ്പ് ആഡ് ചെയ്യുന്നതല്ല, അതുകൂടെ കണക്കാക്കിയിട്ടാണ് പിന്നെ ആ ഒരു ബിൽഡിങ്ങിന്റെ പ്രോസസ് ഉണ്ടാവുക. അത്തരത്തിൽ ഇന്റഗ്രേറ്റഡ് ഫ്രം ദ ബിഗിനിങ് ആണ്. Then not one size fits all. UD is not about a single solution for everyone. It can include customizable features, smart technology that learners' preferences, or specialized solutions to ensure equivalent experiences. അപ്പോ എല്ലാ ആളുകൾക്കും ഒരൊറ്റ സൊല്യൂഷൻ ഒരു ഫിറ്റ്, ഒരു സൈസ് അതെല്ലാ ആളുകൾക്കും ഫിറ്റ് ആവുക എന്നുള്ളതല്ല. അല്ലാതെ ചോയ്സസ് ഉണ്ട്. കൺസ്യൂമേഴ്സിന്, ജനങ്ങൾക്ക്, അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക്, ഉപഭോക്താക്കൾക്ക് ചോയ്സസുകൾ ഉണ്ട്. അതിന്റെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, അതിന്റെ കസ്റ്റമൈസേഷൻ ഉണ്ട്. ഇപ്പോ ചില ആളുകൾക്ക് നമുക്ക് പറയാലോ, ഒരു ചെരുപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ചെരുപ്പ് നമുക്ക് എത്ര സൈസ് വരെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഷർട്ട് എത്ര സൈസ് വരെ ഉണ്ടാവും സൊസൈറ്റിയിൽ, നമ്മുടെ ഷോപ്പുകളിലൊക്കെ മാക്സിമം പോയ 4XL 4XL 3XL 4XL അതിനപ്പുറമുള്ള സൈസുകൾ ഷർട്ട് ഉണ്ടാക്കുക. ഇനിയിപ്പോ ഒരാൾക്ക് ഒരു 5XL 6XL ഉണ്ടെങ്കിൽ അയാൾക്ക് ഇടാൻ പറ്റും എന്നുള്ള അങ്ങനത്തെ ഒരാളുണ്ട്. പത്രത്തിലുള്ള പല ആളുകൾ ലോകത്തുണ്ട്, വലിയ ചെരുപ്പൊക്കെ കസ്റ്റമൈസ്ഡ് ഉണ്ടാക്കും. പത്രത്തിലുള്ള അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ചോയ്സ് ആണ്, ഇത് ഫ്ലെക്സിബിലിറ്റിയാണ്, കസ്റ്റമൈസ് ആണ്. ഷർട്ട് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ മീഡിയം അല്ലെ ലാർജ് എല്ലാവരും ഇടലാണോ? അല്ല, സൈസിനനുസരിച്ച് സെയിം ഡിസൈൻ തന്നെ 4-5 സൈസിൽ ഉണ്ടാവുന്നതാണ്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്, എ ഗോൾ ആൻഡ് എ പ്രോസസ്. അപ്പോൾ UD എന്ന് പറയുന്നത് അതിന് കൃത്യമായിട്ടുള്ള ഒരു ഗോൾ ഉണ്ട്. അതുപോലെ യൂണിവേഴ്സലി ഡിസൈൻഡ് പ്രൊഡക്ട്സ് ഈസ് അൾട്ടിമേറ്റ് ഗോൾ, ബട്ട് യൂണിവേഴ്സൽ ഡിസൈൻ itself is a continuous process of striving towards a goal through iterative improvement. അപ്പോ അതിന് കൃത്യമായ ഒരു ഗോൾ ഉണ്ട്, ആ ഗോളിൽ എത്താനുള്ള കൃത്യമായിട്ടുള്ള പ്രോസസ് ഉണ്ടെന്നുള്ളതാണ് അതിന്റെ ഗോള് എന്ന് പറയുന്നത്. ഫൈനൽ ഇൻക്ലൂസീവ് ഡിസൈൻ ആണ് എല്ലാ ആളുകൾക്കും ആ ഒരു പ്രൊഡക്റ്റിന്റെ ഉപയോഗം എത്തുക എന്നുള്ളതാണ് എന്റെ ഗോള്. അതിന് കൃത്യമായിട്ടുള്ള പ്രോസസ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഉണ്ട് അതിന്. അപ്പോ കാലഘട്ടത്തിനനുസരിച്ച് അതിന് വേണ്ട മാറ്റങ്ങൾ അതിന് കൊണ്ടുവരുന്നതാണ്. ഓക്കെ, അപ്പൊ അതാണ് ഈ ഒരു 10 കാര്യങ്ങൾ. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഭാഗത്ത്? ഇല്ല. ഓക്കെ, ദെൻ നമുക്കിനി
അടുത്തൊരു പോയിന്റ് ആണ് അല്ലെ. ഇതും എന്റെ ഓർമ്മയിൽ നമ്മള് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഇത്ര അങ്ങോട്ട് ഓർമ്മയില്ല. അപ്പോ UD practices and application areas. So universal design framework is applied across various sectors to ensure equal access and participation. Key application areas include. അപ്പോ UD ഏതൊക്കെ മേഖലയിലാണ് ഇതിന് നമ്മൾ അപ്ലൈ ചെയ്യാന്നുള്ളത്, അതായത് 7 മേഖലയായിട്ട് 5 മേഖലയാണ് പറയുന്നത്. 5 മേഖല എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു സൊസൈറ്റിയിലുള്ള എല്ലാ മേഖലയും തൊട്ട് പറയുന്നുണ്ട്. അപ്പോ എവിടെയാണ് അല്ലെ, വേർ ഈസ് UD അപ്ലൈഡ്? ഒന്നാമത്തത് ഇൻസ്ട്രക്ഷൻ മേഖലയിലാണ് അല്ലെ. നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്യാന്നുള്ളതാണ്. ടീച്ചിങ് മെത്തഡ്, കരിക്കുലം ഡിസൈൻ, ലേണിംഗ് മെറ്റീരിയൽസ് ഈസ് ദാറ്റ് അക്കോമഡേറ്റ് ഡൈവേഴ്സ് ലേണിംഗ് നീഡ്സ് എ പ്രിഫറൻസ്. സോ ഇൻസ്ട്രക്ട് ചെയ്യാന്നുള്ളതാണ് ഒരു അപ്ലിക്കബിൾ ഏരിയ എന്നുള്ളത്. ഇപ്പോ ഹൗ ടീച്ചേഴ്സ് ടീച്ച് ആൻഡ് പ്ലാൻ ലെസൺസ് അല്ലെ, then വീഡിയോസ്, അതിന്റെ ഡിസ്കഷൻസ്, ആക്ടിവിറ്റികൾ, അങ്ങനെ ഇൻസ്ട്രക്ട് ചെയ്യാന്നുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ ഒന്ന് UD അപ്ലൈ ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് സർവീസസ് ആണ് അല്ലെ. സ്റ്റുഡന്റ് സർവീസസ്, പബ്ലിക് സർവീസസ് ആൻഡ് സപ്പോർട്ട് സിസ്റ്റം ഡിസൈൻ ടു ബി ആക്സസിബിൾ ടു ഓൾ യൂസേഴ്സ് റിഗാർഡ്ലെസ് ഓഫ് എബിലിറ്റി ഓഫ് ബാക്ക്ഗ്രൗണ്ട്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് ഇൻസ്ട്രക്ട് ചെയ്യാന്നുള്ള ആ ഇൻസ്ട്രക്ഷൻ മേഖലയിലാണ്. രണ്ടാമത്തത് സർവീസ് ആണ് അല്ലെ. സ്റ്റുഡന്റിനായിക്കോട്ടെ അല്ലെങ്കിൽ പബ്ലിക്കിനായിക്കോട്ടെ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് അതിനുള്ള എക്സാമ്പിൾ ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോ ഫ്ലോ ബസ്സുകളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എന്താണ്, അതൊക്കെ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള അതൊരു സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ളതാണോ നമുക്ക് പറയാം. അപ്പൊ അത്തരത്തില് ഒരു സർവീസ് ആണ് രണ്ടാമത് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു മേഖല എന്നുള്ളത്. പിന്നെ മൂന്നാമത്തത് ടെക്നോളജി, software, hardware, information and communication technology, ICT, and that provide multiple ways to interact and access digital content. So മൂന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത് UD നമ്മൾ അപ്ലൈ ചെയ്യുന്നത് includes digital tools and devices അല്ലെ. അതാണ് മൂന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത്. നാലാമത്തത് ഫിസിക്കൽ സ്പേസസ് ആണ്. Architecture and built in environments including building, parks, transportation system and public spaces designed for universal access. നാലാമത്തത് ഫിസിക്കൽ സ്പേസസുകളാണ്. അതാണ് നമുക്ക് നേരത്തെ പറഞ്ഞ ഈ എലവേറ്റർ, അതുപോലെ തന്നെ റാമ്പ്, വൈഡ് ഡോറുകളൊക്കെ അത്തരത്തിൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള ഏത് കാര്യങ്ങളായിക്കോട്ടെ അതൊക്കെ ഫിസിക്കൽ സ്പേസ് ആണ് നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. അഞ്ചാമത്തത് ഇവന്റുകളാണ്, പ്രോഗ്രാമുകൾ അല്ലെ. പ്രൊജക്ട്സ്, എന്താണ്, കോൺഫറൻസ്, എക്സിബിഷൻസ്, presentations like gatherings that ensure full participation for all attenders through the planning. So ഇവന്റുകളാണ്. അപ്പൊ ഇങ്ങനെ 5 ഏരിയാസുകളാണുള്ളത് നമ്മൾ UD പ്രാക്ടീസ് ചെയ്യുന്ന അതിന്റെ ആപ്ലിക്കേഷൻ ഏരിയാസ്. 5 ഏരിയാസുകളാണുള്ളത്. അത് ഈസിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് വിശദീകരിച്ച് പോകേണ്ടതില്ലാത്തത്. ഓക്കെ, ദെൻ ലാസ്റ്റ് ഒരു പോയിന്റ് ആണ് വരുന്നത്. ഇനി UD എന്താണെന്നുള്ള ഒന്നുകൂടെ അതിന്റെ ഒരു ഇവര് ഫസ്റ്റത്തത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യാണ്. പിന്നെ UDI ആൻഡ് UDL, കാരണം UDI UDL നെക്സ്റ്റ് ചാപ്റ്ററിൽ, 4th ചാപ്റ്ററിൽ വളരെ വിശാലമായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഓക്കെ, ഇത് 3 ടേം UD, UDI ആൻഡ് UDL. UDI എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ഇൻസ്ട്രക്ഷൻ ആണ്. ദെൻ യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ് ആണ് and UDL എന്ന് പറയുന്നത്. അപ്പൊ UD എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് അല്ലെ. ഒരു ജനറൽ ഐഡിയ ഓഫ് ഡിസൈനിങ് തിങ്സ് ഫോർ എവ്രി വൺ അല്ലെ. എല്ലാ ആളുകൾക്കും ഒരു 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 കാര്യത്തെ ഡിസൈൻ ചെയ്യാന്നുള്ള ഒരു ജനറൽ ഐഡിയ ആണ് എന്ത് UD എന്ന് പറയുന്നത്. UDI എന്ന് പറഞ്ഞാല് the application of UD principles specifically to teaching and learning practices. UDI focus on creating learning experiences that are accessible and effective for all students through flexible teaching method and materials. ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, യൂണിവേഴ്സൽ ഡിസൈൻ ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് UDI എന്ന് പറയുന്നത്. അഥവാ ടീച്ചിങ് ആണ്, ലേണിംഗ് അല്ല, ടീച്ചിങ് ആണ് വരുന്നത് അവിടെ. നമുക്ക് അല്ലെ കുട്ടികളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വ്യത്യസ്ത രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ മെറ്റീരിയൽസ് വ്യത്യസ്തമായ രീതിയിൽ കൊടുക്കാം, ടീച്ചിങ് പ്ലാനിങ്ങുകൾ വ്യത്യസ്തമായ രീതിയിൽ, ടീച്ചിങ് എയ്ഡുകൾ അല്ലെ, അത്തരത്തിൽ ഇൻസ്ട്രക്ഷൻ വ്യത്യസ്തമായ രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സൽ ഡിസൈൻ ഓഫ് ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തത് യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ് എന്ന് പറയുന്നത് ഫ്രെയിംവർക്ക് എയിം ദാറ്റ് മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് എവറി സ്റ്റുഡന്റ് ബൈ പ്രൊവൈഡിംഗ് സ്പെസിഫിക് ഗൈഡ്ലൈൻ ഓഫ് കരിക്കുലം ഡിസൈൻ. അപ്പോ UDL എന്ന് പറയുന്നതാണോ സ്പെസിഫിക് ഫ്രെയിംവർക്ക് ഫോർ ലേണിംഗ് ആണ്.
അപ്പൊ UDI UDL തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കൃത്യം മനസ്സിലാക്കുക. അപ്പൊ UDI എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്യാന്നുള്ളത്, അതായത് ക്ലാസ് റൂമുകളിൽ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷന്റെ പിന്നെ എന്താണ് വെറൈറ്റീസ് ആണ്, അതിന്റെ വാരിയബിലിറ്റി ആണ് എന്ത് UDI എന്ന് പറയുന്നത്. അഥവാ UDL എന്ന് പറയുന്നത് കുട്ടികൾ ലേൺ ചെയ്യുന്ന ആ ഒരു സ്പെസിഫിക് ഫ്രെയിം വർക്ക്. അവിടെ കുട്ടികളുടെ നീഡ്സിനനുസരിച്ച് വ്യത്യസ്തമായ രീതിയിൽ അവർക്ക് അതിനെ കരസ്ഥമാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ UDL കോർ പ്രിൻസിപ്പിൾസുകൾ ഉണ്ട് അല്ലെ, 3 core principles are there. So first one എന്ന് പറയുന്നത് multiple means of engagement, then multiple means of representation and multiple means of action and expression. ഇതാണ് അതിന്റെ 3. ഇതൊക്കെ നമ്മൾ വിശാലമായിട്ട് ഒന്നുകൂടെ നെക്സ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്നുണ്ട് UDL വിഷയങ്ങളൊക്കെ. അപ്പൊ മൾട്ടിപ്പിൾ മീൻസ് ഓഫ് എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാല് കുട്ടികൾ എന്താക്കുക അല്ലെ, മോട്ടിവേഷൻ ആണ്, ചാലഞ്ചിങ് സ്റ്റുഡൻസ് അല്ലെ. അപ്പൊ അത്തരത്തില് കുട്ടികളൊക്കെ എന്താക്കുക ഒരു മോട്ടിവേറ്റഡ് ആയിക്കൊണ്ട് അവരെ ഇൻട്രസ്റ്റഡ് ആയിക്കൊണ്ട് നിർത്തുക എന്നുള്ളതാണ്. ഈ സ്റ്റുഡൻസ് മോട്ടിവേറ്റഡ് ഇൻട്രസ്റ്റഡ് അല്ലെ. അപ്പൊ അതിന് വേണ്ട രീതിയിലുള്ള ക്ലാസ് റൂമിൽ വ്യത്യസ്തമായ രീതിയിലുള്ള പിന്നെ പ്രോഗ്രാമുകൾ ഉണ്ടാവും. അപ്പോൾ കുട്ടികളൊക്കെ എന്താക്കാൻ പറ്റും, നമുക്ക് ആക്റ്റീവ് ആക്കാൻ പറ്റും. സ്റ്റുഡൻസ് ദേ വിൽ സ്റ്റേ ആസ് ആൻ ആക്റ്റീവ് സ്റ്റുഡന്റ് ഓൾവേസ്. അപ്പൊ അത്തരത്തിലാണ് മൾട്ടിപ്പിൾ മീൻസ് ഓഫ് എൻഗേജ്മെന്റ് പറയുന്നത്. ദെൻ മൾട്ടിപ്പിൾ മീൻസ് ഓഫ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് എൻഗേജ്മെന്റിന് ശേഷമുള്ള അടുത്തൊരു പോയിന്റ് ആയിരിക്കും എന്താ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായ രീതിയിൽ റെപ്രസെന്റേഷൻ ഉണ്ടാകുമ്പോൾ എന്താണ് കുട്ടികൾക്ക് വ്യത്യസ്തമായ റെപ്രസെന്റേഷനുകൾ ഉണ്ടാവാം. അഥവാ ഒരു കണ്ടന്റ് തന്നെ എന്താക്കാണ് ഡിഫറെന്റ് വേസിൽ അതിനെന്താക്കുക അവർക്ക് കിട്ടുക എന്നുള്ളതാണ്. ടെക്സ്റ്റ് ബുക്കിന്റെ രീതിയിൽ ഉണ്ടാവാം. ഇനിയിപ്പോ ഒരു സെയിം കണ്ടന്റ് തന്നെ ചില കുട്ടികൾക്ക് വീഡിയോ, ചില സ്മോൾ വീഡിയോസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള വീഡിയോസ്. ഇനി ചില കുട്ടികൾക്ക് ചില തിയറീസ്, ഉദാഹരണം പറഞ്ഞെങ്കിൽ വാട്ടർ സൈക്കിളിൽ അത്തരത്തിൽ ഏതെങ്കിലും ഒരു ഇല്ലേ പിന്നെ ഫോട്ടോസിന്തസിസ്, ഇത്തരത്തിലുള്ള ഒരുപാട് പ്രോസസ്സുകൾ, ഫിനോമിന, ഇതൊക്കെ അവർക്ക് ചിലപ്പോൾ ഒരു ഫ്ലോ ചാർട്ടുകളൊക്കെ കൊടുക്കുമ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക അത്തരത്തിലുള്ള ആളുകൾക്ക്. അപ്പൊ സ്റ്റുഡൻസ് എന്താണ് ദേ വിൽ അണ്ടർസ്റ്റാൻഡ് ഇൻ ദെയർ ഓൺ വേ. അതാണ് മൾട്ടിപ്പിൾ മീൻസ് ഓഫ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ദെൻ മൾട്ടിപ്പിൾ മീൻസ് ഓഫ് ആക്ഷൻ ആൻഡ് എക്സ്പ്രഷൻ. അപ്പൊ സ്വാഭാവികമായും കൃത്യമായ എൻഗേജ്മെന്റുകൾ ഉണ്ടാവും, കൃത്യമായ റെപ്രസെന്റേഷനുകൾ ഉണ്ടാവും. ആ വ്യത്യസ്തമായ റെപ്രസെന്റേഷനിലൂടെ കുട്ടികളുടെ കൃത്യമായ ആക്ഷൻസ് ആൻഡ് എക്സ്പ്രഷൻസ് ഉണ്ടാവും, അഥവാ വാട്ട് ഈസ് ഔട്ട്കം എന്ന് പറയാം. അപ്പൊ കുട്ടികൾ എന്താകും, ഈ മൾട്ടിപ്പിൾ മീൻസ് ഓഫ് ആക്ഷൻ ആൻഡ് എക്സ്പ്രഷനിൽ എന്താണ് കുട്ടികൾ അവരെ അലൗ ചെയ്യാണ് ടു ഷോ ദെയർ ലേണിംഗ് ഇൻ ഡിഫറെന്റ് വേസ്. അവരുടെ ആ പഠിച്ച കാര്യങ്ങൾ വ്യത്യസ്തമായ റെപ്രസെന്റേഷനിലൂടെ അവർ പഠിച്ച കാര്യങ്ങൾ അത് കൃത്യമായിട്ട് അതിനെ എങ്ങനെയാണ് കാണിച്ചു തരുന്നത് എന്നുള്ളത്. ചില കുട്ടികൾ എന്താണ് ആൻസറുകൾ എഴുതിയിട്ടുണ്ടാവും, ചില കുട്ടികൾ അതിന്റെ പ്രസന്റേഷൻസുകൾ തരും, ചില കുട്ടികൾ അതിന്റെ പ്രൊജക്ടുകൾ ക്രിയേറ്റ് ചെയ്യും. അത്തരത്തിൽ അവരുടെ റിസൾട്ട് നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ കാണാൻ കഴിയും. അതാണ് മൾട്ടിപ്പിൾ മീൻസ് ഓഫ് ആക്ഷൻ ആൻഡ് എന്താണ് എക്സ്പ്രഷൻ, allowing students to demonstrate learning through exam presentations or papers whatever. അപ്പൊ അതാണ് മൾട്ടിപ്പിൾ മീൻസ് ഓഫ് എക്സ്പ്രഷൻ ആൻഡ് ആക്ഷൻ. അതാണ് 3 കാര്യങ്ങൾ വരുന്നത്. അപ്പൊ നമ്മൾ എന്താക്കാണ് പിന്നെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകണം കേട്ടോ. നിങ്ങൾക്ക് അപ്പുറം ഇല്ലേ? ഓക്കെ, ഫൈൻ. അപ്പൊ ഞാൻ ഒന്ന് ഷെയറിങ് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ അടുത്ത ഇത് തരാം. കാണുന്നുണ്ടോ നിങ്ങള്? ഓക്കെ, ഫൈൻ. നമുക്ക് തുടങ്ങാം. ഇപ്പൊ കരിക്കുലം അഡാപ്റ്റേഷൻ ആണ് നമ്മുടെ 4th ചാപ്റ്റർ നടന്നത്. സോ എന്താണ് കരിക്കുലം അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്? അഡാപ്റ്റിംഗ് ദ കരിക്കുലം മീൻസ്
differentiating the instruction so that every learner has multiple ways to access, process, and demonstrate knowledge, not as an added burden, but as a fundamentally better way of teaching as the knowledge landscape grows more complex. Matching how each student learns most effectively has never been more essential. അപ്പോ കരിക്കുലം അഡാപ്റ്റേഷന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് പറയാണ്. കരിക്കുലം അഡാപ്റ്റേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ചേഞ്ചിങ് ഹൗ വി ടീച്ച്, അല്ലെ? നമ്മള് കുട്ടികൾക്ക് പഠിക്കുമ്പോൾ ആ ഒരു പഠന രീതിയിൽ പിന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാകുമ്പോൾ അവരെ പഠിപ്പിക്കേണ്ട വ്യത്യസ്തമായ രീതിയിലുള്ള, ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ കണ്ടന്റുകൾ അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള സിസ്റ്റങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മളെ കണ്ടന്റുകളിൽ ഏത് രീതിയിലുള്ള മാറ്റങ്ങളാണ് നമ്മൾ വരുന്നത്. ഹൗ വി ടീച്ച് എന്നതിലുള്ള മാറ്റങ്ങളാണ്, നോട്ട് വാട്ട് വി ടീച്ച്. നമ്മൾ പഠിപ്പിക്കുന്ന കണ്ടന്റുകൾ മാറ്റണമെന്നല്ല, ആ ഒരു കണ്ടന്റ് തന്നെ ഏത് രീതിയിൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഒരു കരിക്കുലം അഡാപ്റ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ കരിക്കുലം അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട 3 ഏരിയാസിലൂടെയാണ് അതിന്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നത്. സോ ഇറ്റ്സ് ബേസ്ഡ് ഓൺ എവ്രി സ്റ്റുഡന്റ് ലേൺ ഡിഫറെന്റ്ലി. അപ്പൊ ഒരു സെയിം കോണ്ടന്റ് നമ്മൾ 3ാം പാഠത്തിൽ ചെറുതായിട്ട് പറഞ്ഞു പോയിട്ടുള്ള ഏരിയ ആണ് ഈ കരിക്കുലം അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ വളരെ ബ്രോഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്, വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇവിടെ പറയുന്നത്. അപ്പോ ഒരു കോണ്ടന്റ് തന്നെ വ്യത്യസ്തമായ കുട്ടികൾക്ക് വ്യത്യസ്തമായ രീതിയിൽ അവർക്ക് പഠിക്കാൻ കഴിയുന്നത്, അല്ലെ? എവ്രി സ്റ്റുഡന്റ് ലേൺസ് ഡിഫറെന്റ്ലി. അവർക്ക് ഏത് രീതിയിലാണോ ആ ഒരു കോണ്ടന്റിനെ മനസ്സിലാക്കാൻ കഴിയുക ആ രീതിയിൽ അവർക്ക് തന്നെ പഠിക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ടീച്ചേഴ്സ് എന്താക്കാണ്, they are providing different ways so they can understand and show their learning. ടീച്ചേഴ്സ് എന്താക്കാണ്, വ്യത്യസ്തമായ രീതി അവർക്ക് കാണിച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ അവർക്ക് അതിന്റെ ഒരു മെറ്റീരിയൽസ്, അതിന്റെ ആ ഒരു കണ്ടന്റുകൾ അവർക്ക് കൊടുക്കുകയും അപ്പൊ കുട്ടികൾ അവരുടെ പഠനത്തെ അവർ എന്താക്കണം, they are showing the learning. അപ്പൊ ഒരു ടീച്ചറെ സംബന്ധിച്ചുള്ള ഒരു എക്സ്ട്രാ ടാസ്കോ അല്ലൊരു ബർഡൻ അല്ല, മറിച്ച് എന്താക്കാണ്, ഇറ്റ്സ് എ ഡിഫറെന്റ് ടീച്ചിങ് അപ്രോച്ച് ആണ്. ടീച്ചിങ്ങിൽ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള അപ്രോച്ചാണ്. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നത് വാട്ടർ സൈക്കിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? അപ്പൊ വാട്ടർ സൈക്കിൾ എന്ന് പറയുന്ന ആ ഒരു കോണ്ടന്റ് അല്ലെങ്കിൽ ആ ഒരു പ്രതിഭാസം എന്നുള്ളത് അത് സെയിം ആണ്. അത് ഏത് കാലത്തും നമ്മൾ വാട്ടർ സൈക്കിൾ എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം അതൊരു സെയിം കാര്യമാണ് വർഷങ്ങളോളമായിട്ട്, അല്ലെ? പക്ഷെ അത് മനസ്സിലാക്കുന്ന രീതിയിൽ വ്യത്യാസമാണ്. ചില കുട്ടികൾക്ക് ടെക്സ്റ്റ് ബുക്ക് ജസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ എന്താ വാട്ടർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ചില കുട്ടികൾക്ക് അതിന്റെ വീഡിയോസ് കാണും കൃത്യമായിട്ട്, ചിലപ്പോൾ അപ്പോഴാണ് മനസ്സിലാവാം. ചില കുട്ടികൾക്ക് നമ്മൾ എന്താക്കണം, ഒരു ഡയഗ്രാം വരച്ചു കൊടുക്കണം, അതിന്റെ കൃത്യമായിട്ട് അതിന്റെ കണ്ടൻസേഷൻ, അതിന്റെ പ്രസിപ്പിറ്റേഷൻ, അങ്ങനെ അതിന്റെ കുറെ രീതികളുണ്ട്, കൃത്യമായില്ല. അപ്പൊ അതിന്റെ ഡയഗ്രാമുകൾ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കണം. ചില കുട്ടികൾക്ക് അതിനും വീക്കായിട്ട് ചില കുട്ടികളുണ്ടാവും, അവർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാത്തത് എന്താണ്, വി ഷുഡ് ആക്ട് ഇറ്റ് ഔട്ട്, അല്ലെ? അവർക്കതിങ്ങനെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കണം ഓരോ കാര്യങ്ങളും. അപ്പൊ അത്തരത്തില് സെയിം കണ്ടന്റ് തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് വ്യത്യാസപ്പെടുന്നതാണ് ഈ കരിക്കുലം അഡാപ്റ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നട്ട്ഷെൽ എന്ന് പറയുന്നത് എന്താണ്, ഓൾ ആർ ലേണിംഗ് ദ സെയിം ടോപ്പിക് ബട്ട് ഇൻ ഡിഫറെന്റ് വേസ്. അതാണ് കരിക്കുലം അഡാപ്റ്റേഷൻ ഉദ്ദേശിക്കുന്നത്. ഡിഫറെന്റ് ടോപ്പിക് അല്ല, സെയിം ടോപ്പിക് തന്നെ ഡിഫറെന്റ് വേയിൽ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോ നമുക്കറിയാം, അല്ലെ, ഈ കാലഘട്ടത്തിൽ ഈ പഠനം എന്നുള്ളത് അത് എന്താണ്, ഒരു വളരെ ഫാസ്റ്റ്, ഈവൻ നോളജ് പോലും എന്താണ്, വളരെ ഇറ്റ്സ് ഗ്രോയിങ് വെരി ഫാസ്റ്റ്, അല്ലെ? സോ ടീച്ചിങ് ഓൾസോ മസ്റ്റ് ബി അഡാപ്റ്റ്. നമ്മളെ ടീച്ചിങ്ങും അതിന്റെ രീതികളൊക്കെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് തന്നെ അഡാപ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അല്ലാതെ നോളജും അതുപോലെ തന്നെ ലേണിംഗ് സിസ്റ്റം ഒരുപാട് ദ്രുതഗതിയിൽ ഇങ്ങനെ പാഞ്ഞു പോവാണ്. നമ്മളിപ്പോഴും നമ്മുടെ പഴയ സിസ്റ്റം തന്നെ ഇരുന്നിട്ട് കാര്യമില്ല, നമുക്ക് അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയണം. ഓക്കെ, so here the challenge and the solution. Up and then the problem in our classroom. So every classroom is home to students with varying learning styles, disabilities, talents, and cultural backgrounds. Nearly every class includes at least one student with a specific learning disability, and there is a persistent concern that these students receive limited or watered down access to the ജനറൽ എഡ്യൂക്കേഷൻ കരിക്കുലം. അതൊരു ക്ലാസ് റൂമിലുള്ള
പൊതുവായിട്ടുള്ള പ്രശ്നമാണ്. എന്താണ് പ്രശ്നം എന്ന് പറയുന്നത്? നമ്മളെ എല്ലാ ക്ലാസ് റൂമുകളിലും മിനിമം ഒരു കുട്ടിയെങ്കിലും ഉണ്ടാവും ഇത്തരത്തിലുള്ള ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുണ്ടാവും. ഒരു പക്ഷെ ഒന്നിനേക്കാൾ അധികമായിരിക്കാം. വളരെ ലക്കിലി ചില ക്ലാസ്സുകൾ അത്തരത്തിലുള്ള ഡിസബിലിറ്റി ഉള്ള കുട്ടികളില്ലെങ്കിൽ ടീച്ചേഴ്സ് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യും. അല്ലാത്ത ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറയുന്ന പോലെ ഫിസിക്കൽ ഡിസബിലിറ്റി തന്നെ വേണമെന്നില്ല. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പാടത്ത് പഠിച്ചിട്ടുണ്ടല്ലോ, ഡിസബിലിറ്റി തന്നെ പല തരത്തിലാണ് അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള കുട്ടികളൊക്കെ ഒന്നും ഇല്ലാത്ത ക്ലാസ്സുകൾ ഉണ്ടാവില്ല. ആ സാഹചര്യത്തിൽ അതൊരു ക്ലാസ് റൂമിൽ ഒരു കോമൺ പ്രോബ്ലം ആണ് അല്ലെ? ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ എന്താണ് ഡിഫറെന്റ് ലേണിംഗ് സ്റ്റൈൽസുകൾ അപ്ലൈ ചെയ്യേണ്ട ക്ലാസ് റൂമുകളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അതുപോലെ തന്നെ ചില കുട്ടികൾ എന്തായിരിക്കും വളരെ ഗിഫ്റ്റഡ് ആൻഡ് ടാലന്റഡ് ആയിരിക്കും അല്ലെ? ഒരു ക്ലാസ് റൂമിൽ തന്നെ വളരെ ഗിഫ്റ്റഡും ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടാവുകയും അതേ ക്ലാസ്സിൽ തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളും ആവറേജ് ആയിട്ടുള്ള കുട്ടികളും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ക്ലാസ് റൂമിലെ ടീച്ചേഴ്സ് നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. നമ്മൾ നോക്കുക, ഒരു സെയിം കണ്ടന്റ് തന്നെ എല്ലാ കുട്ടികൾക്കും കൊടുത്തുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ നോക്കുക, ഒരു 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 റീകൗണ്ട് റൈറ്റിംഗ് ആണോ അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് റൈറ്റിംഗ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയാണ്. റീകൗണ്ട് റൈറ്റിംഗ് കൊടുക്കുമ്പോൾ നമ്മൾ ആ കുട്ടികൾക്ക് അവരുടെ ലെവൽ അനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന ഒരു വർക്ക്ഷീറ്റിന്റെ പിന്നെ ആ ഒരു വെയിറ്റേജ് നമ്മൾ മാറ്റണം അല്ലെ? ഒരു ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ അവർ ചെറിയ 2-3 സെന്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ടാസ്ക് ആ കുട്ടികൾ കൊടുക്കുമ്പോൾ ആ ഒരു സെയിം സെന്റൻസ് ടാസ്ക് എല്ലാം നമ്മളൊരു ഗിഫ്റ്റഡ് ആയ കുട്ടികൾ കൊടുക്കണ്ടേ? അവർക്കൊരു വേർഡ് ലിമിറ്റ് കൊടുക്കണം, 80 to 100 വേർഡ് ലിമിറ്റ്. ഈ വേർഡ് ലിമിറ്റിൽ അവർ ചെയ്യണം. ഇത്തരത്തിൽ ക്ലാസ് റൂമുകളിൽ ആ ഒരു വെറൈറ്റീസ് നമ്മൾ എന്താക്കണം അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയണം എന്നതാണ്. ഇതാണ് ഒരു ക്ലാസ് റൂമിലെ ഒരു കോമൺ ഇഷ്യൂ എന്ന് പറയുന്നത്. Okay. So what curriculum adaptation really means? അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ എന്താണ് കരിക്കുലം അഡാപ്റ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, അഡാപ്റ്റേഷൻ മോഡിഫൈസ് കണ്ടന്റ്, ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് ആൻഡ് അസസ്മെന്റ് മെത്തേഡ്സ് grounded in Howard Gardner's theory of multiple intelligence. The goal is never to reduce content but to provide the tool students need to access it fully. Importantly, students prefer working with the materials identical to those used by the same age peers wherever possible. അപ്പോ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ എന്താണ് നമ്മള് ഹോവാർഡ് ഗാർഡനേഴ്സിന്റെ തിയറി അനുസരിച്ചാണ് പറയുന്നത്. അപ്പോ ഇത്തരത്തിലൊരു എന്താണ് ഒരുപാട് ഡിഫറൻസുകളുള്ള ഒരു ക്ലാസ്സിൽ എങ്ങനെയാണ് ഇതിനെ കരിക്കുലം അഡാപ്റ്റ് ചെയ്യുക? അപ്പൊ അവരെന്താക്കുക, കണ്ടന്റുകൾ ചേഞ്ച് ചെയ്യേണ്ടി വരും, ടീച്ചിങ് മെത്തേഡുകൾ, അവരുടെ അസസ്മെന്റ് മെത്തേഡുകൾ. അപ്പൊ ഒരു ആവറേജ് ആയ കുട്ടി, ഒരു ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടി എന്ന് പറയുമ്പോൾ അവർക്ക് ആ ക്ലാസ്സിൽ എന്താക്കിയാൽ മതി, നമുക്ക് ഒരു സമ്മാറ്റീവ് അസസ്മെന്റ് അല്ലെങ്കിൽ ഫോർമാറ്റീവ് അസസ്മെന്റ് വീക്കിലി അവരുടെ നോട്ട് ചെക്ക് ചെയ്ത് അങ്ങനെ പോയാൽ മതി. അതേ സ്ഥാനത്ത് ഒരു ഡിസബിലിറ്റി നേരിടുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവരുടെ അവളുടെ അരിയത്ത് ഇരുന്നു കൊണ്ട് തന്നെ കൃത്യമായിട്ട് ഓരോ സ്പെല്ലിങ്ങുകളാണെങ്കിലും അല്ലെങ്കിൽ ഇംഗ്ലീഷിന്റെ പറയുകയാണെങ്കിൽ മറ്റു സബ്ജക്റ്റിലാണെങ്കിൽ അതിന്റെ ഏറ്റവും ബേസിക് ആയ ലെവൽ എന്താണ്, അത് കൂടെ ഇരുന്നു കൊണ്ട് ചെയ്യിപ്പിച്ച് എടുക്കേണ്ടി വരും, എക്സ്ട്രാ ക്ലാസ്സുകൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ കണ്ടന്റുകൾ ചേഞ്ച് ചെയ്യണം, നമ്മുടെ ടീച്ചിങ് മെത്തേഡുകൾ ചേഞ്ച് ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ അസസ്മെന്റ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. പിന്നെ എന്താണ് അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, പിന്നെ ഹോവാർഡ് ഗാർഡനേഴ്സിന്റെ അഭിപ്രായപ്രകാരം അല്ലെ, ഹെൽപ്പിംഗ് സ്റ്റുഡൻസ് ആക്സസ് ദ സെയിം സബ്ജക്ട് ഇൻ ഡിഫറെന്റ് വേ. ആ ഒരു സെയിം സബ്ജക്ട് തന്നെ ഡിഫറെന്റ് വേയിൽ എന്താക്കുക കുട്ടികൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് എന്താണ് അവരുടെ ആ ലേണിംഗ് സ്റ്റാൻഡേർഡുകളെ തീരെ ലോവർ ചെയ്യാതെ, അഥവാ നമ്മൾക്ക് കിട്ടേണ്ട കണ്ടന്റിനെ മാറ്റി അല്ലെങ്കിൽ അതിന് ആ ഒരു കണ്ടന്റ് കിട്ടാതെ വേറെ രീതിയിൽ അതിനെ കൊടുക്കാതെ സെയിം കണ്ടന്റ് തന്നെ എന്താക്കാണ് കുട്ടികൾക്ക് അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സോ ഇവിടെ ഒരു മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്, ഇത്തരത്തിലൊരു സാഹചര്യത്തിലെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെ, നോട്ട് റെഡ്യൂസ് വാട്ട് ഈസ് ടോട്ട് അല്ലെ, എന്താണ് പഠിപ്പിക്കേണ്ടത് എന്നുള്ളതിന് ഒരു മാറ്റം വരുത്തത്, ലേണിംഗ് ആക്സസിബിൾ ഫോർ അവർ സ്റ്റുഡൻസ്. ആ ഒരു സെയിം കണ്ടന്റ് തന്നെ കുട്ടികൾക്ക് എത്തുന്നതിൽ ആക്സസിബിലിറ്റി എന്താക്കുക നമ്മൾ ഉറപ്പുവരുത്തുന്നതാണ്. ഇനി നമുക്ക് ഇതിൽ അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റുകൾ വരുന്ന വെച്ചാൽ എന്താണ് അക്കോമഡേഷൻ ആൻഡ് മോഡിഫിക്കേഷൻ. ഇതിലൊരു പക്ഷേ എസ്സേ വരാനൊക്കെ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഈ ഒരു പാഠത്തിലുള്ള. പിന്നെ അഡാപ്റ്റേഷൻ ആൻഡ് അക്കോമഡേഷൻ ആൻഡ് മോഡിഫിക്കേഷൻ എന്താണെന്നുള്ളത്, അതിന്റെ കീ ഡിഫറൻസുകൾ പറയുന്നുണ്ട്. ഇപ്പൊ തുടക്കം നമ്മള് എന്താണ് പിന്നെ കരിക്കുലം അഡാപ്റ്റേഷൻ നമ്മൾ മനസ്സിലാക്കി വെച്ചു
ഓക്കെ, അതില് നമ്മുടെ ഈ ഗാർഡനേഴ്സ് തിയറി കൂടെ നമ്മൾ എന്താക്കണം ഓർക്കുന്നില്ലേ? വാട്ട്സ് ഗാർഡനേഴ്സ് തിയറി, ആ ഒരു തിയറിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അഡാപ്റ്റേഷൻ, ഈ ഒരു കരിക്കുലം അഡാപ്റ്റേഷനെ പിന്നെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, then simplifying the existing materials. So one of the most practical first steps in curriculum adaptation is making existing instructional materials more accessible without changing the core learning objective. അപ്പോൾ ഇതാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കരിക്കുലം അഡാപ്റ്റേഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ട് എന്ന് പറയുന്നത്, സിംപ്ലിഫൈങ് ദ എക്സിസ്റ്റിംഗ് മെറ്റീരിയൽ അല്ലേ. അഥവാ നമ്മൾ എന്താക്കുക, ഓൾറെഡി ഉള്ള ഒരു പിന്നെ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, ആ ഒരു കാര്യത്തെ, ആ ഒരു ഇൻസ്ട്രക്ഷൻ എന്താക്കുക, മോർ ആക്സസിബിൾ ആക്കുക വിത്തൗട്ട് ചേഞ്ചിങ് ദ കോർ ലേണിംഗ് ഒബ്ജക്റ്റ്. അപ്പൊ ഒരു കോർ ലേണിംഗ് ഒബ്ജക്റ്റ് എന്താണ്, അല്ലെ കോണ്ടന്റ് എന്താണ്, മെയിൻ തീം എന്താണെന്നുള്ളത് അതിനെ മാറ്റം ചെയ്യാതെ എന്താക്കുക, ആ ഒരു എക്സിസ്റ്റിംഗ് ചെയ്യുന്ന ആ ഒരു മെറ്റീരിയലിനെ അല്ലെ ആ ഒരു കോണ്ടന്റിനെ എന്താക്കുക, കൂടുതൽ ആക്സസിബിൾ ആക്കുക എന്നുള്ളതാണ് പിന്നെ ഈ എക്സിസ്റ്റിംഗ് മെറ്റീരിയൽസിനെ സിംപ്ലിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അതിൽ എന്താണ് ആദ്യം ചെയ്യേണ്ടി വരിക അല്ലെ? റീറൈറ്റ് ആൻഡ് സമ്മറൈസ്. റീറൈറ്റ് മെറ്റീരിയൽസ് ഇൻ എ സിംപ്ലിഫൈഡ് ലാംഗ്വേജ്, പ്രൊവൈഡ് സമ്മറൈസ് ഗ്രാഫിക്സ്, ഓർഗനൈസ് ഔട്ട്ലൈൻസ് അല്ലെ. ആദ്യം എന്താക്കുക, അതിന്റെ ലാംഗ്വേജ് നോക്കാം. റീറൈറ്റ് മെറ്റീരിയൽസ് ഇൻ സിംപ്ലൈഡ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഓൾറെഡി എക്സിസ്റ്റിംഗ് മെറ്റീരിയൽ, അതിന്റെ ഒരു ലാംഗ്വേജ് ഒരുപക്ഷെ അത് ഡിഫിക്കൽട്ട് ആയിരിക്കും അല്ലെ ടു ആക്സസ് ഫോർ ഓൾ ദ ലെവൽ ലേണേഴ്സ്. ചിലപ്പോ തീരെ എന്താണ് ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലൊരു ഭാഷയാണ് അതിന്റെ കോണ്ടന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഡിഫിക്കൽട്ട് ലാംഗ്വേജിനെ നമ്മൾ ഈസിയർ ആക്കാൻ വേണ്ടി നമുക്ക് കഴിയും അല്ലെ. ഒരു ഫോട്ടോസിന്തസിന്റെ ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും അല്ലെ? ബൈ വിച്ച് ഗ്രീൻ പ്ലാന്റ് സിന്തസൈസ് ഫുഡ് എന്നുള്ളതാണ് അല്ലെ. ഗ്രീൻ പ്ലാന്റ് സിന്തസൈസ് ഫുഡ് എന്നുള്ളതാണ് ഫോട്ടോസിന്തസിന്റെ ഒരു 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 ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് എന്താക്കണം അല്ലെ? പ്ലാന്റ്സ് മേക്ക് ദെയർ ഓൺ ഫുഡ് യൂസിങ് സൺലൈറ്റ്. സൺലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ചെടികൾ എന്താണ് അവരുടെ ഫുഡ് അവർ തന്നെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് വളരെ സിമ്പിൾ ആയ ഒരു ഭാഷയിൽ ഇത് നമുക്കിതിനെ മാറ്റി കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ അത്തരത്തിൽ എന്താക്കുക, ഓൾറെഡി എക്സിസ്റ്റിംഗ് മെറ്റീരിയൽസിനെ റീറൈറ്റ് ചെയ്യാം ഇൻ എ സിംപ്ലസ്റ്റ് ഫോർമാറ്റ് എന്നതാണ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എനിക്ക് തോന്നുന്നത് ഒരു ഇത് നമ്മളെ PPT ഒരു 3 പോയിന്റ് ആയിട്ടാണ് ഉള്ളത്. പക്ഷെ അങ്ങനെ എല്ലാത്തിലും കൂടുതലുണ്ട്, 6, 7 എത്ര പോയിന്റ് ഇടായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? എത്ര പോയിന്റ് ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത്? ഇത് 7 പോയിന്റ്സ് ഉണ്ട് അല്ലേ? ഓക്കെ 7 പോയിന്റ്സ് ഉണ്ടോ? അപ്പോ ഏതായാലും നിങ്ങൾ എന്ത് ചെയ്യാ, പിന്നെ ആ ഒരു 7 പോയിന്റ്സിനെ ഉൾപ്പെടുത്തിയിട്ടാണ് പിന്നെ PPT ഉള്ളത്. നിങ്ങൾ കൃത്യമായിട്ട് അങ്ങനെ മനസ്സിലാക്കുക. അപ്പൊ ഒന്നാമത്തെ അതാണ്. പിന്നെ രണ്ടാമത്തെ എന്താണ്, ഓക്കെ സമ്മറൈസ് എന്ന് പറയുന്നത് അല്ലെ. സോ പ്രൊവൈഡ് സമ്മറീസ്, ഗ്രാഫിക് ഓർഗനൈസേഴ്സ് ഓർ ഔട്ട്ലൈൻസ്. അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് അല്ലെ. ഹെൽപ്പിംഗ് സ്റ്റുഡൻസ് ഓർഗനൈസ് എന്താണ് ഇൻഫർമേഷൻ വിഷ്വലി. സോ നമ്മൾ നേരത്തെ പറഞ്ഞ വാട്ടർ സൈക്കിളുടെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ അതിനെന്താക്കുക, അതിന്റെ ഒരു മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫ്ലോ ചാർട്ട് അല്ലെ, നമ്മൾ ഇവാപറേഷൻ, കണ്ടൻസേഷൻ, ദെൻ റെയിൻഫോൾ, അപ്പൊ അത്തരത്തിൽ അതിന്റെ ഒരു ഫ്ലോ ചാർട്ട് ക്രിയേറ്റ് ചെയ്യുക. അത്തരത്തിൽ എന്താക്കാണ് ഒരു സമ്മറൈസ്, അതിന്റെ ഒരു ഗ്രാഫിക് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഔട്ട്ലൈനുകൾ എന്താക്കുക പ്രൊവൈഡ് ചെയ്യുക. അതാണ് രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് അല്ലെ സ്റ്റഡി ഗൈഡ്സ് ആൻഡ് പേസിംഗ്. സോ പിന്നെ സ്റ്റഡി ഗൈഡ്സ് ബിഫോർ or during or after reading എന്താണ്, അതാണ് മൂന്നാമത്തെ പോയിന്റ്. ഡെവലപ്പ് സ്റ്റഡി ഗൈഡ്സ് ഫോർ ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ റീഡിങ്. അപ്പൊ ഒരു പക്ഷെങ്കിൽ എന്താക്കുക, പിന്നെ വായിക്കുന്നതിന് മുമ്പ് തന്നെ എന്താക്കുക, അല്ലെങ്കിൽ കുട്ടികൾ പിന്നെ വായിച്ചതിന് ശേഷം ആ കണ്ടന്റ് അവർക്ക് പിന്നെ വിശദീകരിച്ചതിന് ശേഷം അവരെന്താണോ നേരിടുന്ന പ്രശ്നം അതിനനുസരിച്ച് എന്താക്കുക ആ ഒരു സ്റ്റഡി ഗൈഡിൽ നിന്ന് എന്താക്കുക വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുക. ഒരുപക്ഷെ കുട്ടികൾ വായിച്ചതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാക്കുക ഈ ഭാഗങ്ങളൊക്കെയാണ് കുട്ടികൾക്ക് പ്രയാസം എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി കൊടുക്കുക. അല്ലെങ്കിൽ അത് വായിക്കുന്നതിന് മുമ്പ് തന്നെ എന്താക്കുക, ഇപ്പോ അതുപോലെ തന്നെ അതിന്റെ കീ വൊക്കാബുലറി ലിസ്റ്റുകളൊക്കെ അല്ലെ. ഇപ്പൊ ഒരു വാട്ടർ സൈക്കിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അതിൽ ഇവാപറേഷൻ, കണ്ടൻസേഷൻ അത്തരത്തിലുള്ള അതിന്റെ പ്രധാനപ്പെട്ട വൊക്കാബുലറി ലിസ്റ്റുകളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. അതുപോലെ ഇപ്പോ
കുട്ടികൾ വായിച്ചതിന് ശേഷം എന്താക്കുക കൃത്യമായിട്ട് അവരോട് ചോദിക്കുക അല്ലെ, വാട്ട് ഹാപ്പൻ നെക്സ്റ്റ് അല്ലെ, അടുത്ത എന്താണ് ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോസസ്സ് എന്താണ്. അത്തരത്തിൽ കുട്ടികൾക്ക് എന്താക്കുക ഒരു കണക്റ്റിംഗ് കൊടുത്ത് എന്താണ് ഒരു സ്റ്റഡി ഗൈഡ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഷോർട്ട് ക്വിസുകൾ കൊടുക്കുക. ആ ഒരു ടൈംലി ആയിട്ടുള്ള ചെറിയ ഒരു സമ്മറി ടാസ്കുകൾ അല്ലെങ്കിൽ ചെറിയ ഷോർട്ട് ക്വിസുകൾ ചോദിക്കുക. അത്തരത്തിലുള്ള ഒരു സ്റ്റഡി ഗൈഡുകൾ നമുക്ക് എന്താ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെയോ നാലാമത്തെ ഒന്നാണെന്ത്, പിന്നെ അഡ്ജസ്റ്റ് പേസിംഗ് അല്ലെ. നാലാമത്തെ ഒരു പോയിന്റ് പറയുന്നത് പേസിംഗ് ഉള്ളതാണ് അല്ലെ. ഷോർട്ട് അസൈൻമെന്റ് ആൻഡ് അഡ്ജസ്റ്റ് പേസിംഗ്, അഥവാ പിന്നെ എക്സ്ട്രാ ടൈമുകൾ കൊടുക്കേണ്ടി വരും. ചില കുട്ടികൾക്ക് എക്സ്ട്രാ ടൈമുകൾ വേണ്ടി വരും. അല്ലെങ്കിൽ ടാസ്കുകൾ എന്താക്കുക പാർട്ടുകളായിട്ട് എന്താക്കുക ബ്രേക്ക് ചെയ്യുക. അപ്പോൾ ഒരു ചെറിയ ഗ്രൂപ്പുകളായി തരംതിരിച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പിന് എന്താണ് എവാപ്പറേഷൻ എന്നുള്ളത് കൊടുക്കുക, ഒരു ടീമിന് കണ്ടൻസേഷൻ എന്താണെന്ന് കൊടുക്കുക. അത്തരത്തിൽ ടാസ്കുകൾ തന്നെ എന്താക്കുക പാർട്ടുകളായിട്ട് തരംതിരിച്ച് എന്നിട്ട് അത് ലാസ്റ്റ് എന്താക്കുക കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുക. അത്തരത്തിൽ വേണ്ട രീതിയിൽ അല്ലെങ്കിൽ എക്സ്ട്രാ ടൈം കൊടുക്കുക. അതുപോലെ പേസ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക. ടൈം നമുക്ക് എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് നാലാമത്തെ കൊണ്ടുവരുന്നത്. പിന്നെ കളർ കോഡിംഗ് ആൻഡ് ഓഡിയോ അല്ലെ. കളർ കോഡ് ടെക്സ്റ്റ് പുട്ട് ഹൈലൈറ്റ് കീ കോൺസെപ്റ്റ് ആൻഡ് വൊക്കാബുലറി, ഇതാണ് ആറാമത്തെ പോയിന്റ് പറയുന്നത് അല്ലെ. പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നമ്മൾ ചെയ്യുന്നതാണ്. ഈ ഹൈലൈനർ ഉപയോഗിച്ചുകൊണ്ട് എന്താക്കുക കീ വൊക്കാബുലറി നമ്മൾ ആണെങ്കിൽ അതിന് വ്യത്യസ്തമായ കളർ കൊടുക്കുക. റെഡ് കളർ എന്താക്കുക കീ വൊക്കാബുലറീസിനെ പിന്നെ നോട്ടിഫൈ ചെയ്യാനും, അതുപോലെ ഈ ബ്ലൂ കളർ അതിന്റെ ഡെഫിനിഷൻസ് അല്ലെ, ഓരോ തിയറീസിന്റെതും ഡെഫിനിഷൻസിന് വേണ്ടിയും, ഇനി യെല്ലോ കളർ അതിന്റെ ഇമ്പോർട്ടന്റ് ഫാക്ടുകൾക്ക് വേണ്ടിയിട്ട് അത്തരത്തിൽ എന്താക്കുക പിന്നെ ഹൈലൈറ്റ് ചെയ്യുക. അത് എന്താക്കുക പ്രത്യേകിച്ച് വിഷ്വൽ ലേണേഴ്സിനൊക്കെ കൃത്യമായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന് കളർ കോഡിങ്ങുകൾ എന്താക്കുക കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. പിന്നെ ഓഡിയോ റെക്കോർഡിംഗ് ടെക്സ്റ്റ് ബുക്ക് കണ്ടന്റുകളിലെ, അഥവാ പിന്നെ സെയിം സ്റ്റോറികൾ അത് വെറും വായിക്കുക എന്നതിനപ്പുറം എന്താക്കുക ലെറ്റിംഗ് സ്റ്റുഡൻസ് ടു ലിസൺ ദോസ് കണ്ടന്റ് ഇൻസ്റ്റെഡ് ഓഫ് ദി റീഡിങ് അല്ലെ. വായിക്കാവുന്നതിനപ്പുറം കുട്ടികൾ എന്താക്കുക അതിനെ ലിസൺ ചെയ്യാനുള്ള ആക്സസിബിലിറ്റി നമ്മൾ എന്താക്കുക ഒരുക്കുക എന്നുള്ളതാണ്. അപ്പോ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ എന്താ ഓൾറെഡി എക്സിസ്റ്റിംഗ് മെറ്റീരിയൽ സിംപ്ലിഫൈ ചെയ്യുന്നതിനുള്ള പ്രോസസ്സുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താക്കുക നെക്സ്റ്റ് ഇതിന്റെ പ്രധാനപ്പെട്ട ഈ ചാപ്റ്റർ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണെന്ത് അക്കോമഡേഷൻ ആൻഡ് മോഡിഫിക്കേഷൻ. So what is accommodation and what is modification? Okay. So accommodation, changing the how, and modification, changing the what. ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അക്കോമഡേഷൻ എന്ന് പറയുന്നത് എന്താണ്? അഡ്ജസ്റ്റ് ദ പ്രൊസീജിയേഴ്സ് ഓഫ് ലേണിംഗ് ഓർ ടെസ്റ്റിംഗ് വിത്തൗട്ട് ചേഞ്ചിങ് വാട്ട് ഈസ് എക്സ്പെക്ടഡ് ഓഫ് ദ സ്റ്റുഡന്റ്. കുറെ ഉദാഹരണങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇങ്ങനെ ഒരു പാരഗ്രാഫ് ആയിട്ട് എങ്ങാണ്ടാണ് കൊടുത്തിട്ടുള്ളത്, ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അല്ലേ. അപ്പൊ അതാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത് കുട്ടികളെ ഏത് രീതിയിൽ പഠിപ്പിക്കുക എന്നതിലുള്ള മാറ്റങ്ങളാണ് വരുത്തുന്നത്. അതേ സ്ഥാനത്ത് നമുക്ക് അക്കോമഡേഷൻ പറഞ്ഞു പോവാം ആദ്യം, പിന്നെ നമുക്ക് മോഡിഫിക്കേഷനിലേക്ക് വരാം. അല്ലേ, ചേഞ്ചിങ് ദ വേ എ സ്റ്റുഡന്റ് ലേൺസ് ഓർ ഈസ് അസസ്ഡ് അല്ലെ. ഒരു കുട്ടി എങ്ങനെയാണ് പഠിക്കുന്നുള്ളതിന്റെ വേ അല്ലെങ്കിൽ അതിന്റെ ഏത് രീതിയിലാണ് അസസ്മെന്റ് നടത്തേണ്ടത്, ആ രീതിയിലുള്ള മാറ്റങ്ങളാണ് അക്കോമഡേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ നമ്മള് പണ്ടേതൊരു ഫിലിമിൽ മറ്റേ റൂം ആൻഡ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞ പോലെ ആ റെക്കമെൻഡേഷൻ അല്ല കേട്ടോ. ഈ നമ്മളെ UD ഉള്ള കൺസെപ്റ്റിലെ അല്ലെങ്കിൽ കരിക്കുലം അഡാപ്റ്റേഷൻ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് ദ വേ എ സ്റ്റുഡന്റ് ലേൺ ഓർ അസസ്ഡ് എന്നുള്ളതാണ്. സോ വിത്തൗട്ട് ചേഞ്ചിങ് ദ കണ്ടന്റ് ഓർ എക്സ്പെക്ടേഷൻ, കുട്ടികൾ എന്നുള്ള എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ കണ്ടന്റ് മാറ്റാതെ ദ വേ ഓഫ് ലേണിംഗ് അതിന് മാറ്റം വരുത്താന്നുള്ളതാണ് അക്കോമഡേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് പറയാ, ദ സ്റ്റുഡന്റ് സ്റ്റിൽ ലേൺ ദ സെയിം മെറ്റീരിയൽസ് ആസ് അതേഴ്സ് അല്ലെ. എല്ലാ കുട്ടികൾക്കും ഉള്ള കണ്ടന്റ് തന്നെയാണ് ഈ കുട്ടിയും പഠിക്കുന്നത്. Sorry, one second. Okay. ഇവിടെ നമുക്കിപ്പോ ഈ മഴയൊക്കെ തുടങ്ങിയതുകൊണ്ട് കാലാവസ്ഥ മുഴുവനായിട്ട് മാറി. അപ്പോ അത്ര ഐലൻഡ് മൊത്തം എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും അസുഖമാണ്. സ്കൂളൊക്കെ മുഴുവൻ അസുഖമാണ് എല്ലാവർക്കും, വളരെ പ്രയാസമുണ്ടേ. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം.
ടൈപ്സ് ഓഫ് അക്കോമഡേഷൻ, അതിന്റെ കുറെ ഉദാഹരണങ്ങൾ പറയുന്നത് ഏതൊക്കെയാണ്? സീറ്റിംഗ് അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് എന്താണ് ക്വാർട്ടർ ഓഫ് ടെസ്റ്റ് എൻവയോൺമെന്റ്സ്, then extended time, smaller groups, additional tutoring, positive reinforcement strategies and study guides, large printed materials or language interpreters, then reduced homework workload and extra family communication. ഇതൊക്കെയാണ് അക്കോമഡേഷന്റെ ഉദാഹരണങ്ങളായിട്ട് പറയുന്നത്. അപ്പൊ നോക്കല്ലേ, സീറ്റിംഗ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ചില കുട്ടികൾക്ക് പിന്നെ ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്ന് ചിലപ്പോൾ പഠിക്കാൻ പ്രയാസമുള്ള കുട്ടികളുണ്ടാവും. ഇപ്പൊ ടീച്ചറുടെ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു പേടി കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കുട്ടികൾക്ക് പ്രയാസമുണ്ട്. അത്തരത്തിലുള്ള കുട്ടികൾക്ക് അവരുടെ ആവശ്യത്തിന് സീറ്റിംഗ് അറേഞ്ച്മെന്റ് കൊടുക്കുക. അത് എപ്പോഴും ഒരു നല്ല കാര്യത്തിനായിരിക്കണം. കുട്ടികൾ കളിക്കാൻ വേണ്ടി നമ്മൾ സൗകര്യം ചെയ്ത് കൊടുക്കുന്നതല്ല. അല്ലാതെ പഠനത്തിന് ബുദ്ധിമുട്ടാവുന്ന രീതിയിലാണെങ്കിൽ ആ ഒരു സീറ്റിംഗ് അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ എന്താക്കാം, നടത്താം. അതൊരു വേ ആണ് അല്ലെ, അതൊരു വേ ആണ് കുട്ടികളെ പിന്നെ ആ ഒരു ബെറ്റർമെന്റിനുള്ള ഒരു വഴിയാണ്, അക്കോമഡേഷൻ ഒരു വഴിയാണ്. പിന്നെ പറയുന്നത് എന്താണ് ക്വയറ്റ് എൻവയോൺമെന്റ്സ് ഫോർ ടെസ്റ്റുകൾ അല്ലെ, ക്വയറ്റ് എൻവയോൺമെന്റ്സ് ടെസ്റ്റ് എൻവയോൺമെന്റ്സ്. അപ്പോ പിന്നെ ചില കുട്ടികൾക്ക് ഈ നോയ്സി ആയിട്ടുള്ള, സ്വാഭാവികമായിട്ട് എക്സാമുകളൊക്കെ നോയ്സി ആയിരിക്കില്ല, ക്വയറ്റ് ആയിരിക്കും എല്ലാ ക്ലാസ്സുകളിലും. ഇനിയിപ്പോ യൂണിറ്റ് ടെസ്റ്റുകളോ മറ്റോ ആണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ മറ്റു ക്ലാസ്സുകളിലെ ശബ്ദങ്ങളൊക്കെ പ്രയാസം ഉണ്ടാകുന്ന സമയത്തോ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കുട്ടികൾ എന്താണ് കൃത്യമായിട്ട് ഒരു സെപ്പറേറ്റ് ക്വയറ്റ് റൂമിലേക്ക് മാറ്റേണ്ട സാഹചര്യം. ചില കുട്ടികൾക്ക് ഇതൊക്കെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാവും. നോർമൽ സ്റ്റുഡൻസിലല്ലാത്ത ഈ സൗണ്ടുകളൊക്കെ വല്ലാതെ ഇറിറ്റേറ്റ് ആകുന്ന കുട്ടികളുണ്ടാവും, ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത പ്രയാസമുള്ള കുട്ടികൾ. അത്തരത്തിലുള്ള കുട്ടികൾക്ക് എന്താക്കുക, കൃത്യമായ ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഒരു ക്വയറ്റ് എൻവയോൺമെന്റ് അവർക്ക് എന്താക്കുക സെറ്റപ്പ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ അഡീഷണൽ ട്യൂട്ടറിങ് ടൈം അല്ലേ, ഇനിയിപ്പോ ലേണിംഗ് ഡിഫിക്കൽറ്റി നേരിടുന്ന കുട്ടികൾക്ക് എന്താക്കുക, സെയിം കണ്ടന്റ് തന്നെ ഒരു പക്ഷേ റെഗുലർ ക്ലാസ്സിൽ കൊടുത്തത് പിന്നെ പഠിപ്പിച്ചത് മുഴുവനായി മനസ്സിലാക്കാൻ കഴിയാത്ത കുട്ടികളുണ്ടാവും. അത്തരത്തിലുള്ള കുട്ടികൾക്ക് സെഷൻ ടൈം കഴിഞ്ഞതിന് ശേഷം എക്സ്ട്രാ 30 മിനിറ്റ് കൊടുത്ത് ആ ടീച്ചർ പ്രത്യേക പെർമിഷൻ പാരന്റ്സ് ഒന്ന് മേടിച്ച് എന്താ കുട്ടികൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തിനാണ്, ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് കുട്ടികൾ ട്യൂഷൻ ഒക്കെ പോകുന്നത്? നമുക്ക് ശിവരക്ഷ നമ്മളെ കൂട്ടത്തിലുള്ള ആളുകളെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ ബന്ധപ്പെട്ട ആളുകൾക്ക് ട്യൂഷന് പോകും. നമ്മളൊക്കെ ട്യൂഷൻ എടുക്കുന്ന ആളുകളുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ. എന്തിനാണ് ട്യൂഷന് പോകുന്നത്? സെയിം കണ്ടന്റുകളൊക്കെ ക്ലാസ് റൂമിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ ക്ലാസ് റൂമിൽ നിന്ന് ഫോക്കസ് ചെയ്യുമ്പോൾ അല്ലെ, നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 30-40 ആണ്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് ഇൻഡിവിജ്വൽ ഫോക്കസ് കിട്ടില്ല. അത്തരത്തില് ചിലപ്പോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുന്നതിന് ചില കുട്ടികൾ താല്പര്യപ്പെടുക, ചില വീടുകളിൽ പോയിട്ട് ട്യൂഷന് പോകുന്നതായിരിക്കും, 1 or 2 സ്റ്റുഡൻസ്. അപ്പൊ എന്താകും, കൃത്യമായിട്ടുള്ള ഫോക്കസ് കിട്ടുകയും കണ്ടന്റുകൾ ഒന്നുകൂടെ കൃത്യമായി മനസ്സിലാക്കാൻ കുട്ടിക്ക് കഴിയുന്നുള്ളതാണ്. അവിടെ ആ ഒരു എൻവയോൺമെന്റ് കുട്ടികൾക്ക് ഒന്നുകൂടെ എന്താണ് ഫേവറായി വരും എന്നതാണ്. അപ്പൊ അത്തരത്തില് എന്താക്കുക, അഡീഷണൽ ട്യൂട്ടറിങ് ടൈമുകൾ കൊടുക്കാം. ഇവിടെയൊക്കെ നമ്മളെ സ്കൂളുകളൊക്കെ നമ്മൾ ചെയ്യാണ്ട് ചില കുട്ടികൾക്ക് ചില ടാസ്കുകൾ കംപ്ലീറ്റ് ആയിട്ടില്ല, ചില കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ അവരുടെ പാരന്റ്സിന് കൃത്യമായി മെസ്സേജ് അയക്കും, എന്താണ് ലേറ്റ് ഫോർ 30 മിനിറ്റ്. അപ്പൊ അവര് ഓക്കെ പറയും. അപ്പൊ നമ്മൾ ആ കുട്ടികൾ ഒന്നുകൂടെ ഇൻഡിവിജ്വൽ ഫോക്കസ് ചെയ്ത് കൊടുക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ സ്കൂളുകളിലും നടക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ വർക്കിംഗ് ഇൻ സ്മോളർ ഗ്രൂപ്പുകൾ അല്ലേ, ഇത് എന്താണ് ഒരു 40 കുട്ടികളുടെ ക്ലാസ്സുകളിൽ എന്താക്കാണ് 40 കുട്ടികളും ഒരു വർക്ക് ചെയ്യുന്നതിന് പകരം എന്താക്കാണ് ഇൻസ്റ്റഡ് ഒരു ഗ്രൂപ്പ് ഓഫ് 5 സ്റ്റുഡൻസ്. അപ്പോ 8 ഗ്രൂപ്പുകൾ, 5 കുട്ടികളിൽ ഒരു 8 ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അവർക്ക് ഓരോ ടാസ്കുകൾ കൊടുക്കുമ്പോൾ അതിന്റെ റിസൾട്ട് ഷുഡ് ബി വേരി ഫ്രം ഹോൾ ടുഗദർ എന്ന് പറയുന്നതാണ്. അപ്പൊ അതാണ് വർക്കിംഗ് ഇൻ സ്മോൾ ഗ്രൂപ്പുകൾ. ദെൻ സ്റ്റഡി ഗൈഡുകൾ കൊടുക്കുക എന്നുള്ളതാണ് അല്ലെ, കുട്ടികളെ ടീച്ചേഴ്സിന് എന്താ വിധമല്ല സ്റ്റഡി ഗൈഡുകൾ കൊടുക്കാം. അപ്പൊ അത് കുട്ടികൾക്ക് എന്താക്കാൻ പറയും, പഠിക്കാൻ വേണ്ടിയിട്ട് അതിനെ എളുപ്പമായിരിക്കും. ചില വലിയ തീമുകളൊക്കെ വലിയ കണ്ടന്റുകൾ എന്താക്കുക, ചില സമ്മറി ഷീറ്റുകളൊക്കെ കൃത്യമായി കുട്ടികൾ കൊടുക്കും. ഈ എക്സാമിന് മുമ്പിട്ട് നമുക്ക് കൊടുക്കുമല്ലോ അല്ലെ. ഇപ്പോ ഹിസ്റ്ററി, സോഷ്യലുമായി ബന്ധപ്പെട്ട ഒരു സബ്ജക്ട് പറയുകയാണെങ്കിൽ അതിന് വലിയ വലിയ എന്താണ് തിയറീസ് ഒക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ചെറിയ ഇൻസിഡൻസ് ഒക്കെ പറയുമ്പോൾ അതിനൊക്കെ സമ്മറൈസ് ചെയ്തുകൊണ്ട് എന്താണ് ഒരു ഷീറ്റ് കുട്ടികൾ കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എന്താക്കാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. എന്താണ് കുട്ടികൾ ഗൈഡിനൊക്കെ അല്ലെ, നമ്മള് പൈസ കൊടുത്ത് പുറത്തുനിന്ന് ഗൈഡ് മേടിക്കും, നമ്മളൊക്കെ മേടിക്കുന്നില്ലല്ലോ. എന്താ വെച്ചാൽ നമുക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു സമ്മറൈസേഷൻ അതിൽ ഉണ്ടാവുക. അതാണ്. പിന്നെയോ ഇവിടെ ഒക്കെ ഇത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ എന്തില്ല, കോണ്ടന്റ് മാറുന്നില്ല, ദ വേ ഓഫ് ലേണിംഗ് മാത്രമാണ് ഇവിടെ നമ്മൾ മാറുന്നത്. അതാണ് അക്കോമഡേഷനായിട്ട് കണക്ട് ചെയ്യുന്നത് നമ്മള്. പിന്നെ റെഡ്യൂസിങ് വർക്ക് ലോഡ് അല്ലെ, പിന്നെ ഈ സെയിം കോൺസെപ്റ്റ് എന്താക്കുക, ഫിവർ ടാസ്കുകൾ എന്താക്കുക മാക്സിമം കുറക്കുക. ഒരു മാത്സിലെ ഒരു 20 പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് പകരം എന്താക്കുക ഒരു 10 പ്രോബ്ലം സോൾവ് ചെയ്യുക. ഓരോ കുട്ടികളുടെ കപ്പാസിറ്റി അനുസരിച്ചുകൊണ്ട് അതിന്റെ എന്താക്കുക ടാസ്കുകൾ എന്താക്കുക വർക്ക് ലോഡ് എന്താക്കുക കുറക്കുക എന്നുള്ളതാണ്. പിന്നെ
എക്സ്ട്രാ കമ്മ്യൂണിക്കേഷൻ അല്ലെ, ഒരു ടീച്ചർ സ്റ്റുഡന്റ് പാരന്റ് അത്തരത്തിലൊരു എന്താണ് ഒരു സപ്പോർട്ട് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, എക്സ്ട്രാ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോൾ ഇതെന്താകും, നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ കുട്ടികളുടെ ആ ഒരു ഇംപ്രൂവ്മെന്റ് കൃത്യമായി പാരന്റ്സിന് നമുക്ക് അറിയിക്കാൻ കഴിയും, അവരുടെ പ്രോഗ്രസ് കൃത്യമായിട്ട് അറിയിക്കാൻ കഴിയും എന്നുള്ളതാണ്. പിന്നെ അടുത്ത പോസിറ്റീവ് എന്നാണ് റീഇൻഫോഴ്സ്മെന്റ് സ്ട്രാറ്റജീസ്. എന്താക്കുക ആ ഒരു പോസിറ്റീവ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമ്മൾ നോട്ട് ചെക്കിങ് നടത്തുമല്ലോ, ഇവിടെ ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമാണ്. നോട്ട് ചെക്കിങ് നടത്തുമ്പോൾ വെറുതെ കുറെ ടിക്ക് ചെയ്യുന്നതും കുറെ തെറ്റുകൾ തിരുത്തുന്നതിനപ്പുറം നമ്മൾ കൃത്യമായിട്ടൊരു മോട്ടിവേഷൻ അതിലൂടെ കൊടുക്കുക. നല്ല നല്ല എഴുത്തുകൾക്ക് എന്താക്കുക, ചില സ്റ്റിക്കറുകളൊക്കെ നമുക്ക് കുറെ ചെറിയ സ്റ്റിക്കർ ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടാവും, സ്റ്റിക്കറുകൾ ഉണ്ടാവും അല്ലെ, വാവ് അല്ലെ, കീപ് ഇറ്റ് അപ്പ് അല്ലെ, എന്താണ് കീപ് ഗ്രോയിങ്, അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ വണ്ടർഫുൾ, യു ഡിഡ് ഇറ്റ് അല്ലെ, അത്തരത്തിലുള്ള കുറെ സ്റ്റിക്കറുകൾ ഉണ്ടാവും, ചില സ്റ്റാറുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ വെറുതെ ഇങ്ങനെ എന്താക്കുക അടിച്ചു കൊടുത്താൽ കുട്ടികൾക്ക് എന്താകാണ്, അടുത്ത പ്രാവശ്യവും എനിക്ക് കൂടുതൽ, നമ്മുടെ ചെറിയ ക്ലാസ്സിൽ മാത്രമല്ല, ഇപ്പൊ നമ്മുടെ ഈ സ്കൂളുകളിലൊക്കെ ഇപ്പൊ 8ലെ 9ലെ കുട്ടികൾക്ക് വരെ അത് ആ ഒരു സ്റ്റാറുകൾ കിട്ടാൻ വേണ്ടി അവർ വർക്ക് നീറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ ഏജിനനുസരിച്ചുള്ള സ്റ്റാറുകളാണ് കൊടുക്കുക. ചില സൂപ്പർ ഹീറോസിനെ കൊടുക്കും, ചില കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെ കൊടുക്കും. അപ്പൊ അത്തരത്തിലൊക്കെ കൊടുക്കുമ്പോൾ എന്താക്കാണ്, അവർക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് പഠിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ലക്ഷ്യം തന്നെ കുട്ടികൾക്ക് കണ്ടന്റ് മനസ്സിലാകുന്നതാണ്. അതിന് ചിലപ്പോൾ നമ്മൾ തരികളൊക്കെ ഉപയോഗിക്കേണ്ടി വരും. വെറും തെറ്റുകൾ മാത്രം നോട്ടീസ് ചെയ്യാതെ ഇത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് സ്ട്രാറ്റജികളൊക്കെ എന്നൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ ലാംഗ്വേജ് ഇന്റർപ്രിറ്റേഷൻ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് അല്ലെ, ഇത്തരത്തിൽ എന്താണ് കൃത്യമായിട്ട് ഈ ഹിയറിംഗ് ഡിഫിക്കൽറ്റി ഉള്ള കുട്ടികൾക്കൊക്കെ എന്താക്കുക, പിന്നെ അത്തരത്തിലുള്ള സൈൻ ലാംഗ്വേജുകളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അത് നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നില്ല, പക്ഷെ അതിന് കരിക്കുലം ഫ്രെയിംസ് അതിനുള്ള പിന്നെ ആക്സസിബിലിറ്റി ഉണ്ടാവും. അതിനെ നമ്മൾ എന്താക്കുക, കുട്ടികൾക്ക് അതിനെ പിന്നെ കൊടുക്കുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ലാംഗ്വേജ് ഇന്റർപ്രിറ്റേഴ്സ് കൊടുക്കുക. പിന്നെ ലാർജ് പ്രിന്റ് മെറ്റീരിയൽസ്, എന്താണ് വിഷ്വൽ ഡിഫിക്കൽറ്റി ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരുടെ ഫോൺ സൈസുകളൊക്കെ മാറ്റിയിട്ട് എന്തൊക്കെ വർക്ക്ഷീറ്റുകളൊക്കെ ഇച്ചിരി ബിഗർ സൈസിൽ എന്തൊക്കെ കൊടുക്കാൻ വേണ്ടി കഴിയും. അത്തരത്തിൽ ലാർജ് പ്രിന്റ് മെറ്റീരിയൽസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്. ടെക്സ്റ്റ് ബുക്കിൽ പോയിന്റ് ബേസിലാണോ പറഞ്ഞിട്ടുള്ളത് ഈ പോയിന്റുകളൊക്കെ? ആണോ? ഹലോ 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 ആണല്ലേ, ഓക്കെ. അപ്പോ ഈ 10-11ഓളം പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആ പോയിന്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാല് അക്കോമഡേഷൻ ആണ്. അപ്പോ ഇവിടെ എന്താന്നില്ല, അവരുടെ കണ്ടന്റ് എന്താവുന്നില്ല, മാറുന്നില്ല. ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ വേ ആണ് അല്ലെ, ഹൗ എന്താണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്, ഹൗ എന്നുള്ള ആ ഒരു ചോദ്യത്തെയാണ്. ഇനിയാണ് നമ്മൾ മോഡിഫിക്കേഷൻ വരുന്നത്. മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ചേഞ്ചിങ് ദ വാട്ട് ആണ് അല്ലെ. മോഡിഫിക്കേഷൻ ചേഞ്ച് ദ വാട്ട് ഈസ് ബീങ് ആക്സസ്ഡ് ആൻഡ് ആൾട്ടറിങ് സ്റ്റാൻഡേർഡ് എക്സ്പെക്ടേഷൻസ്. അതാണ് അവിടെ നമ്മളെ എക്സ്പെക്ടേഷൻസിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പോ ഹൗ ഇറ്റ് ഡെലിവേർഡ് എന്നതിനപ്പുറം വാട്ട് ടു ബി ടോട്ട് അല്ലെ, വാട്ട് ടു ബി അസസ്ഡ്, അവിടെയാണ് മാറ്റങ്ങൾ വരുത്തുന്നത്. അപ്പൊ അവിടെ കണ്ടന്റുകൾക്ക് മാറ്റം വരുത്തുന്നുണ്ട്, എക്സ്പെക്ടേഷൻസിൽ മാറ്റം വരുത്തുന്നുണ്ട് അല്ലെ, അവരുടെ ഡിഫിക്കൽറ്റി ലെവൽസിൽ മാറ്റം വരുത്തുന്നുണ്ട്. അപ്പോ എന്താന്നില്ല, ഒരു കുട്ടിക്ക് എന്താണ് he or she cannot achieve the same learning outcome as others അല്ലെ. മറ്റുള്ള കുട്ടികൾക്ക് പഠിക്കുന്ന രീതിയിൽ ഇപ്പൊ തീരെ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് സെയിം കോണ്ടന്റ് ഏത് രീതിയിൽ കൊടുക്കാൻ കഴിയാതെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ കോണ്ടന്റിൽ മാറ്റം വരുത്തണം. ഡിഫിക്കൽറ്റി ലെവലുകൾ നമ്മൾ എന്താക്കണം, മാറ്റം വരുത്തേണ്ടി വരും. അപ്പൊ ഇവിടെ എന്താണ് ഈ മോഡിഫിക്കേഷന്റെ ഒരു ലക്ഷ്യം എന്താണ് ഇവിടെ, the match the learning to the student's ability level അല്ലേ. ഇവിടെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് ആ കുട്ടിയുടെ അബിലിറ്റി അനുസരിച്ച് ആ കുട്ടിക്ക് എന്താണോ പഠിക്കാൻ കഴിയുക അതിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ്. ആ സെയിം കണ്ടന്റ് തന്നെ കുട്ടി പഠിക്കുക എന്നുള്ള വാശി പിടിക്കുക, അതിന് വ്യത്യസ്തമായ രീതിയിലുള്ള ടീച്ചിങ് മെത്തേഡ് അപ്ലൈ ചെയ്തതുകൊണ്ട് ഒരു പക്ഷെ ആ കുട്ടിക്ക് കണ്ടന്റ് മനസ്സിലാവണമെന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ആ കുട്ടിയുടെ എബിലിറ്റി അനുസരിച്ചിട്ട് അവർക്ക് എന്താണോ മാച്ച് ചെയ്യുന്നത്, സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, അതിനെ പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് ഗോൾ ഓഫ് മോഡിഫിക്കേഷൻ അല്ലെ. സോ മോഡിഫിക്കേഷൻ ഒന്നുകൂടെ പറയാണ്, ചേഞ്ചിങ് വാട്ട് the student learn or tested on അല്ലെ. കുട്ടി എന്താണ് ടെസ്റ്റ് ചെയ്യുന്നത്, എന്താണ് അസസ് ചെയ്യുന്നത്, എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളതിനാണ് മാറ്റം വരുത്തുന്നത്. ഓക്കെ,
അപ്പൊ ഇതിലും പറഞ്ഞു അല്ലെ, ഓറൽ സ്പെല്ലിംഗ് ടെസ്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് റിട്ടൺ വൺ, യൂസ് ഓഫ് കാൽക്കുലേറ്റർ ഡ്യൂറിങ് ആൻ എക്സാം, ഫീവർ ഓഫ് സിംപ്ലിഫൈഡ് ടെസ്റ്റ് ക്വസ്റ്റ്യൻ, സിംപ്ലിഫൈഡ് വെക്കാബുലറി ആൻഡ് ലെസൺ കണ്ടന്റ്, അഡ്ജസ്റ്റ് ഓഫ് വെയിറ്റേജ്, എന്താണ് ഗ്രേഡിംഗ് സ്കെയിൽസ് അല്ലെ. പിന്നെ സെയിം എന്താണ് കൊടുക്കുന്ന ചോദ്യങ്ങളിൽ മാറ്റം വരുത്താം. അതായത് അവരുടെ കണ്ടന്റുകളിൽ എന്താക്കുക, സെയിം പെയർ ഗ്രൂപ്പിന് കൊടുക്കുന്ന സെയിം കണ്ടന്റ് അത് അവരുടെ ചോദ്യത്തിനുള്ള എന്താണ് സ്റ്റാൻഡേർഡ് കുറക്കുക. അതുപോലെ തന്നെ ലെസൺസുകളൊക്കെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ സിമ്പിൾ വൊക്കാബുലറികൾ എന്താക്കുക, ടീച്ചിങ് മെറ്റീരിയൽസിലൊക്കെ സിമ്പിൾ വൊക്കാബുലറീസ് കൊടുക്കുക. നമ്മൾ നേരത്തെ നമ്മൾ ആ ഫോട്ടോസിന്തസിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു കണ്ടന്റ് തന്നെ റീറൈറ്റ് ചെയ്ത് അത്തരത്തിൽ എന്താക്കുക വൊക്കാബുലറീസ് ഒക്കെ എന്താക്കുക സിംപ്ലിഫൈ ചെയ്യാം. ഗ്രേഡിംഗ് സിസ്റ്റം കൊടുക്കുക അല്ലെ, അതായത് ഒന്നും കൂടെ ബേസിക് ലെവലിൽ നിന്നുകൊണ്ട് കുട്ടികൾക്ക് എന്താക്കുക കോണ്ടന്റുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ മോഡിഫിക്കേഷന്റെ ഉദ്ദേശം എന്നുള്ളത്. ഇനി നോക്കുക എന്താണ് ഇതിന്റെ ഡിഫറൻസ് എന്നുള്ളതാണ് അടുത്തൊരു ഭാഗം എന്നുള്ളത്. ഓക്കെ, ഇത് നമ്മളൊന്ന് വിശാലമായിട്ട് ചർച്ച ചെയ്യാം. സോ എന്താണ് മീനിങ്, അതുപോലെ ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ, ക്ലാസ് റൂം ടെസ്റ്റ്, ടെസ്റ്റിംഗ് എൻവയറൺമെന്റ്, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാം. ടെക്സ്റ്റ് ബുക്കിൽ ഇച്ചിരി വിശാലമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് ഈ ഏരിയാസുകളൊക്കെ. അതായത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പയർ ചെയ്യുന്ന ഏരിയാസ് ഒന്ന് ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ, ക്ലാസ് റൂം ടെസ്റ്റുകൾ, ടെസ്റ്റിംഗ് എൻവയോൺമെന്റ്, അതുപോലെ മീനിങ്, ഇതൊക്കെയാണ് നമ്മൾ കമ്പാരിസൺ നടത്തുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഒന്ന് പറയുന്നത് മീനിങ് ആണ് അല്ലെ. അപ്പൊ രണ്ടിന്റെ മീനിങ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചേഞ്ചിങ് ദ പ്രൊസീജിയർ ഹൗ വിത്തൗട്ട് ചേഞ്ചിങ് ദ എക്സ്പെക്ടേഷൻ അല്ലെ. അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികളെ എങ്ങനെയാണ് പഠിക്കുന്നത്, ഹൗ ദ ലേണിംഗ് ഹാപ്പൻസ് എന്നുള്ളതാണ്. നോട്ട് ചേഞ്ച് വാട്ട് ഈസ് ലേൺ എന്നുള്ളതാണ് അക്കോമഡേഷൻ. പക്ഷെ മോഡിഫിക്കേഷൻ ചേഞ്ച് ദ കണ്ടന്റ് വാട്ട് ഇൻക്ലൂഡിംഗ് സ്റ്റാൻഡേർഡ് എന്താണ് എക്സ്പെക്ടേഷൻസ്. കുട്ടികളിൽ നിന്നൊരു മാന്യമായിട്ടൊരു സ്റ്റാൻഡേർഡ് എക്സ്പെക്ടേഷനിലൂടെ തന്നെ അവരുടെ കണ്ടന്റ് എന്താണ് മാറാണ് ചെയ്യുന്നത്. അവിടെ എന്താണ് അവരുടെ ഡിഫിക്കൽറ്റി ലെവലുകളൊക്കെ മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ മീനിങ്ങിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലായി. ഒന്ന് ഹൗ ആൻഡ് അനദർ വൺ ഈസ് വാട്ട്. അക്കോമഡേഷൻ ഈസ് ഹൗ ആൻഡ് മോഡിഫിക്കേഷൻ ഈസ് വാട്ട്. അടുത്തതാണ് ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ അല്ലേ. സോ ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ സെയിം മെറ്റീരിയൽ ആൻഡ് എക്സ്പെക്ടേഷൻസ് ആസ് peers, but in modification different curriculum, student not expected to learn the identical content. So ഇവിടെ ക്ലാസ് റൂം ഇൻസ്ട്രക്ഷനിൽ പറയുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ്, അതാ സെയിം ഗോൾ തന്നെയാണ്. മറ്റുള്ള കുട്ടികൾക്ക് എന്താണോ കൊടുക്കുന്നത് സെയിം ലേണിംഗ് ഗോൾ തന്നെയാണ് ഇവിടെ നമുക്ക് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താണ് ലേണിംഗ് മെറ്റീരിയൽസ് ആണ് മാറുന്നത്. അതേ സ്ഥാനത്ത് മോഡിഫിക്കേഷൻ എന്താണ്, അവരുടെ പിയർ ഗ്രൂപ്പ് മറ്റുള്ള കുട്ടികൾ പഠിക്കുന്ന ഏതാണോ കണ്ടന്റ് ആ സെയിം തന്നെ പഠിക്കണം എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഇവിടെ ഇല്ല. ഇവിടെ എന്താണ് കരിക്കുലം ചേഞ്ച് ആവുന്നുണ്ട്, അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന കണ്ടന്റുകൾ എന്താകുന്നുണ്ട് ചേഞ്ച് ആകുന്നുള്ളതാണ് മോഡിഫിക്കേഷൻ. മൂന്നാമത്തത് ക്ലാസ് റൂം ടെസ്റ്റുകളാണ് അല്ലെ. സോ ചേഞ്ചിങ് ഹൗ എ സ്റ്റുഡന്റ് ഡെമോൺസ്ട്രേറ്റ് നോളജ്, ചേഞ്ച് ദ അസസ്മെന്റ് ഇറ്റ് സെൽഫ് ടു ബി ലെസ് കോംപ്ലക്സ്. അപ്പൊ അക്കോമഡേഷൻ എന്താണ്, ഒരു ക്ലാസ് റൂം ടെസ്റ്റുകൾ എങ്ങനെയാണ്, അതിന്റെ അസസ്മെന്റ് എങ്ങനെയാണ് മാറ്റം വരുന്നത്. ഒരു സെയിം ക്വസ്റ്റ്യൻ തന്നെ, ആ സെയിം ക്വസ്റ്റ്യനിൽ തന്നെ ആ കുട്ടിക്ക് കൊടുക്കുന്ന മാറ്റങ്ങൾ ഒരു പക്ഷെ എന്താണ് എക്സ്ട്രാ ടൈമുകൾ കൊടുക്കും. അല്ലെങ്കിൽ ചില എഴുതാൻ പറ്റാത്ത കുട്ടിയാണെങ്കിൽ ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ അവരെന്താണ് ഓറലി റെസ്പോൺസ് ചെയ്താൽ മതി. അപ്പൊ ടീച്ചർ അതിനനുസരിച്ച് മാർക്ക് എന്താണ് ലൈവായിട്ട് അവർക്ക് മാർക്ക് പ്രൊവൈഡ് ചെയ്യും. അത്തരത്തില് ചേഞ്ച് ഹൗ എ സ്റ്റുഡന്റ് കംപ്ലീറ്റ് എ ടെസ്റ്റ് അല്ലെ. ഒരു പരീക്ഷ കുട്ടി എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളതാണ് അവിടെ മാറ്റം വരുത്തുന്നത്. അവർക്ക് എന്തില്ല ആ ഒരു കണ്ടന്റിൽ മാറ്റം വരുത്തുന്നില്ല, ഈ പറഞ്ഞതുപോലെ എക്സ്ട്രാ ടൈമുകൾ കൊടുക്കാണ്. അതേസമയം മോഡിഫിക്കേഷനിലോ ചേഞ്ച് ദ ടെസ്റ്റ് ഇറ്റ് സെൽഫ് അല്ലെ. നമ്മളവിടെ ടെസ്റ്റ് തന്നെ നമ്മൾ മാറ്റിയിട്ട് എന്താക്കാണ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കാണ്. അതുകൊണ്ട് കണ്ടന്റ്സിനൊക്കെ എന്താണ് റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈവൻ എക്സ്പെക്ടേഷൻസും കുറവാണ്. നമ്മളിപ്പോ ഒരു ഇമെയിൽ റൈറ്റിംഗ് ആണെങ്കിൽ ഇമെയിൽ റൈറ്റിംഗിൽ ഒരു 120 to 160 വേർഡ് ലിമിറ്റ് ആണെങ്കിൽ ഒരു ഡിഫിക്കൽറ്റി നേരിടുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചോളം 60 to 80 ആണ് വേർഡ് ലിമിറ്റ് ഉണ്ടാവും. അത്തരത്തിലുള്ള മാറ്റങ്ങൾ മൊത്തത്തിൽ അവർക്ക് വരുത്തുന്നുണ്ട് എന്നുള്ളതാണ് ക്ലാസ് റൂം ടെസ്റ്റുകൾ. ലാസ്റ്റ് പറയുന്നത് ടെസ്റ്റിംഗ് ആണ് അല്ലെ, ടെസ്റ്റിംഗ് എൻവയോൺമെന്റ്. അപ്പോ അതാണ് ക്ലാസ് റൂം ടെസ്റ്റിൽ തന്നെ ടെസ്റ്റിംഗ് എൻവയോൺമെന്റ് പറയാണ്. ആ എൻവയോൺമെന്റ് പറയുമ്പോൾ അതിൽ പറയുന്നത് എന്താണ്, ഈ ഒരു അക്കോമഡേഷൻ എന്താക്കാണ് കുട്ടികൾക്ക് അവർക്ക് നേരത്തെ പറഞ്ഞ എക്സ്ട്രാ ടൈമുകൾ, അതുപോലെ തന്നെ എന്താണ് കമ്പ്യൂട്ടർ യൂസ് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കാൽക്കുലേറ്റർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സൈൻ ലാംഗ്വേജ് സപ്പോർട്ടുകൾ, അത്തരത്തിലുള്ള ഒരു എൻവയോൺമെന്റ് ആണ് പറയുന്നത്. ആ ഒരു സാഹചര്യം, ഒരു ടെസ്റ്റിംഗ് സാഹചര്യമാണ് പറയുന്നത്. ആ ഒരു എൻവയോൺമെന്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അക്കോമഡേഷൻ. അഥവാ മോഡിഫിക്കേഷനിലോ alternate assessment or a modified version of the standard one. അഥവാ
ആ പിയർ ഗ്രൂപ്പിന് കൊടുത്തതല്ലാത്ത അതിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് കൊടുക്കുന്നത് അല്ലെ. ദാറ്റ് നോട്ട് മെഷർ ഫുൾ സ്റ്റാൻഡേർഡ് എക്സ്പെക്ടേഷൻ, ദാറ്റ് ഡസ് നോട്ട് മെഷർ ദ ഫുൾ സ്റ്റാൻഡേർഡ് എക്സ്പെക്ടേഷൻ. മറ്റുള്ള കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് എക്സ്പെക്ടേഷനിൽ നിന്നും മാറ്റമുള്ള രീതിയിലുള്ള ഒരു എംപ്ലോയ്മെന്റ് ആണ് എന്ത് ഈ പിന്നെ മോഡിഫിക്കേഷനിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ സമയമായോ? ഇല്ല. ഓക്കെ, ഫൈൻ ഫൈൻ. കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മളൊരു നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ചാപ്റ്റർ കഴിക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് ഡെസിഷൻ മേക്കിംഗ് ഫോർ കരിക്കുലം അഡാപ്റ്റേഷൻ. അപ്പൊ നമ്മൾ എന്താക്കി ഈ പാഠത്തിൽ അക്കോമഡേഷൻ എന്താണെന്നും അതുപോലെ തന്നെ മോഡിഫിക്കേഷൻ എന്താണെന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ ഈ ഡിഫറൻസുകൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ദെൻ ഡെസിഷൻ മേക്കിംഗ് ഫോർ കരിക്കുലർ അഡാപ്റ്റേഷൻസ് അതാണ്. അപ്പോ എന്താണ് ഡെസിഷൻ മേക്കിംഗ്, അതുപോലെ തന്നെ ആ കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഈ ഡെസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഈ ഒരു നിങ്ങൾക്ക് ഒരു പേര് കാണാം അല്ലെ, ഉദ്വാരി സോൾന 1994 decision making flowchart gives team a structured process for identifying and implementing the right adaptation for each student. അതാണ് പറയുന്നത്. അപ്പോ ആരാണ് ഉദ്വാരി പിന്നെ സോൾന, ഡോക്ടർ ആലീസ് ഉദ്വാരി സോൾന, അഥവാ അമേരിക്കയിലുള്ള ഒരു പിന്നെന്താണ് ഈ എഡ്യൂക്കേഷനുമായിട്ട് പിന്നെ ഒരു എക്സ്പേർട്ട് എഡ്യൂക്കേഷണലിസ്റ്റ് ആണെന്ത് ഈ ഉദ്വാരി സോൾന എന്ന് പറയുന്നത്. അദ്ദേഹം 1994 ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം 1994 പിന്നെ കൊടുത്തുള്ള ഒരു ടൂളായിട്ട് നമുക്ക് കഴിയാം. ഈ ടീച്ചേഴ്സിന് അതുപോലെ തന്നെ സപ്പോർട്ട് ടീംസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടൂളാണ് എന്ത് ഹൗ ടു അഡാപ്റ്റ് കരിക്കുലം ഫോർ ഇൻഡിവിജ്വൽ സ്റ്റുഡൻസ്. നമുക്ക് ഈ കരിക്കുലം അഡാപ്റ്റേഷൻ ഇതൊരു ടൂളാണ്. ഈ ഒരു ടൂള് എങ്ങനെ നമുക്ക് എന്താക്കാം ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. അഥവാ ഈ ടീച്ചേഴ്സിനും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഈ സപ്പോർട്ടിങ് ടീംസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലേണിംഗ് ടൂളാണ് എന്ത് ഹൗ ടു അഡാപ്റ്റ് കരിക്കുലം ഫോർ ഇൻഡിവിജ്വൽ സ്റ്റുഡൻറ്. അപ്പൊ ആ ഒരു ടൂളിൽ അല്ലെ, ആ ഒരു കരിക്കുലം അഡാപ്റ്റേഷൻ ടൂളിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെ. സോ ഫസ്റ്റ് പോയിന്റ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു പോയിന്റ് എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? ഈ പോയിന്റ് വൈസ് ആണുള്ളത്. ഈ എക്സാമിന് ഇൻസ്ട്രക്ഷൻ, എക്സാമിന് ടാസ്ക് ഡിമാൻഡ്സ് ആൻഡ് എക്സാമിന്റെ എൻവയോൺമെന്റ്, ഈ കാര്യങ്ങളൊക്കെ പോയിന്റ് ബേസിൽ എങ്ങനെ പറഞ്ഞു പോയിട്ടാണുള്ളത്? എങ്ങനെയാണുള്ളത്? ഏതായാലും ഈ ഒരു മോഡൽ, ഈ ഒരു ടൂളിന്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് എന്താണ്? ടീച്ചേഴ്സിന് എന്താക്കാൻ പറ്റും? എക്സാം ഡിഫറെന്റ് ഏരിയാസ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആൻഡ് ഡിസൈഡ് അല്ലേ, ഇത്തരത്തിൽ ഒരു ടീച്ചർക്ക് എന്താക്കാൻ പറ്റും? വാട്ട് ക്യാൻ ബി ചേഞ്ച്, എന്താണ് മാറ്റം വരുത്തേണ്ടത്, അതുപോലെ തന്നെ ഹൗ കൻ ദ സ്റ്റുഡന്റ് പാർട്ടിസിപ്പേറ്റ് ബെറ്റർ. അപ്പോ ഏത് രീതിയിലാണ് കുട്ടി ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുക, അതുപോലെ തന്നെ എന്ത് സപ്പോർട്ട് അല്ലെ, വാട്ട് സപ്പോർട്ട് ഈസ് നീഡഡ്, എന്ത് സപ്പോർട്ടാണ് ഈ കുട്ടിക്ക് ആവശ്യമുള്ളത്. അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ഫോക്കസ് കൊടുത്തുകൊണ്ട് ഓരോ കുട്ടികളും വരുത്തേണ്ട മാറ്റവും അതുപോലെ തന്നെ അത് കൊടുക്കുന്ന കണ്ടന്റ്സിലുള്ള മാറ്റം, മെറ്റീരിയൽസിലുള്ള മാറ്റം, ടീച്ചിങ് വേയിലുള്ള മാറ്റം, അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് വിലയിരുത്താൻ പറ്റുന്ന ഒരു ടൂൾ ആയിട്ടാണുള്ളത് ഈ കരിക്കുലം അഡാപ്ഷൻ, ഈ ഉദ്വാരി സിന്റെ ഈ ഒരു സോൾനന്റെ ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നത്. അപ്പോ ഫസ്റ്റ് എന്താണ് ഈ ഒരു ഡെസിഷൻ മേക്കിങ്ങിന്റെ ഈ ഒരു മോഡലിന്റെ ഒരു സ്റ്റെപ്പുകളാണ് പറയുന്നത്. ഫസ്റ്റ് വന്നത് എക്സാമിങ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളതാണ് ആദ്യ സ്റ്റെപ്പ്. പിന്നെ എക്സാമിങ് ടാസ്ക് ഡിമാൻഡ്സ് ആൻഡ് എക്സാമിങ് ദ എൻവയോൺമെന്റ്. ദെൻ അടുത്തത് പറയുന്നുണ്ട് നെക്സ്റ്റ് പിന്നെ സ്ലൈഡിൽ എക്സാമിൻ ലേണിംഗ് മെറ്റീരിയൽസ് അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. നമുക്കത് അങ്ങനെ പറയാന്നൊക്കെ. അപ്പോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സാമിൻ ദ സ്ട്രക്ചർ ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ലെ. സോ ക്യാൻ ദ സ്റ്റുഡന്റ് പാർട്ടിസിപ്പേറ്റ് ആസ് ഈസ് if not change grouping arrangements or lesson format, cooperative group games, role play or discovery learning. So ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഹൗ ടീച്ചിങ് ഈസ് ഓർഗനൈസ്ഡ് ആൻഡ് ഡെലിവേർഡ്. ഇപ്പൊ ഈ കോണ്ടന്റ് നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ എന്താണ് ഒരു ചേഞ്ച് ഒന്നും വരുത്താതെ കുട്ടിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലോ എന്നുള്ളത് ആദ്യം നമ്മളൊന്ന് വാച്ച് ചെയ്യും അല്ലെ. എന്താണ് can the student participate as it is. അപ്പോ check if the student can participate without any changes. ഉള്ള ഒരു കണ്ടന്റിൽ എല്ലാ കുട്ടികൾക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും വിത്തൗട്ട് എനി ചേഞ്ചസ് എന്നുള്ള രീതിയിലുള്ള ഒരു ടെസ്റ്റിംഗ് ആദ്യം നടത്തുക, ഒരു ഒബ്സർവേഷൻ നടത്താം. ഇഫ് നോട്ട്, ഇനി അഥവാ ക്ലാസ്സിൽ ഒരുപാട് ഡിസബിലിറ്റി ഉള്ള കുട്ടികളൊക്കെ ഉണ്ട്, അങ്ങനെ പറ്റില്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ
ചേഞ്ച് ഗ്രൂപ്പിംഗ് അറേഞ്ച്മെന്റ്സ് ഓർ ലെസൺ ഫോർമാറ്റ്, കോപ്പറേറ്റീവ് ഗ്രൂപ്പ്സ്, ഗെയിംസ്, റോൾ പ്ലേ, അത്തരത്തിലുള്ള മാറ്റങ്ങൾ എന്താക്കുക, ആ മാറ്റങ്ങൾ എന്താണ് കൃത്യമായിട്ട് വരുത്തണം. ആ സമയത്ത് ഈ കോപ്പറേറ്റീവ് ലേണിംഗ് സിസ്റ്റം കൊണ്ടുവരിക. അപ്പൊ എന്താക്കുക, പിന്നെ ലേണിംഗ് ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ചുകൊണ്ട് ഈ വീക്ക് ആയിട്ടുള്ള കുട്ടികൾക്ക് അതുപോലെ തന്നെ ക്ലാസ്സിലെ ആവറേജും ഗിഫ്റ്റഡ് ആയ കുട്ടികളൊക്കെ മിങ്കിൾ ആക്കിയിട്ടുള്ള തരത്തിലുള്ള സ്മോൾ ഗ്രൂപ്പുകൾ പ്രൊവൈഡ് ചെയ്യുക. പിയർ ട്യൂറ്ററിംഗ് എന്താക്കുക കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുക. പാർട്ണർ ആക്ടിവിറ്റീസ് അല്ലെ, ഇൻസ്റ്റെഡ് ഓഫ് ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി ലെറ്റ് ദം ഡു ദ പാർട്ണർ ആക്ടിവിറ്റി, അവർ ഷെയർ ഐഡിയാസ് ആൻഡ് ദേ ഡു ദ വർക്ക്സ്. അത്തരത്തിൽ എന്താക്കുക ആക്ടിവിറ്റി, പാർട്ണർ ആക്ടിവിറ്റികൾ എന്താക്കുക, അത്തരത്തിൽ പാർട്ടിസിപ്പേഷൻ എന്താക്കുക ടോട്ടലി ഇൻക്രീസ് ചെയ്യാം. അതുപോലെ തന്നെ ലെസൺ ഫോർമാറ്റുകളിൽ മാറ്റം വരുത്തുക അല്ലെ, ഗെയിംസുകളിലൂടെ ചില ഗെയിമുകളിലൂടെ കളിക്കുക. ഗെയിം എന്ന് പറയുന്നത് നമ്മളെ നോർമൽ ഗെയിമുകളിൽ അത്തരത്തിൽ പാഠവുമായി ബന്ധപ്പെട്ട ചില ഗെയിമുകളിലൂടെ, അതുപോലെ തന്നെ ചില റോൾ പ്ലേകളിലൂടെ അല്ലെ, ഡിസ്കവറി ലേണിംഗ്, ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ്, അത്തരത്തിൽ ആക്ടിവിറ്റി ബേസ്ഡ് ലെസൺസുകൾ, അത്തരത്തിലുള്ള മാറ്റങ്ങൾ എന്താക്കുക വരുത്തുക. അപ്പോ ഈ ഓൾറെഡി ഉള്ള ഈ കോണ്ടന്റിൽ ഈ കുട്ടിക്ക് അല്ലെങ്കിൽ ഈ നിലവിലുള്ള സിസ്റ്റത്തിലെ കുട്ടിക്ക് പഠിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സാഹചര്യം വരുമ്പോൾ മാറ്റം. അത്തരത്തിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് എക്സാമിന്റെ സ്ട്രക്ചർ ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് ആദ്യത്തെ പോയിന്റ് എന്നുള്ളത്. ഓക്കെ, രണ്ടാമത്തേതാണെന്ത് എക്സാം ടാസ്ക് ഡിമാൻഡ്സ്. Adjustment of perform standards, spacing or complexity, use the same content with functional applications or modify evaluation grading criteria. So രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് എക്സ്പെക്ടഡ് ഫ്രം ദ സ്റ്റുഡന്റ്. നമ്മൾ ഈ കണ്ടന്റിലൂടെ എന്താണ് ഒരു സ്റ്റുഡന്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുള്ളത് നമ്മൾ എന്താക്കുക എക്സാമിൻ ചെയ്യാം. അപ്പോ അത് തന്നെ ഇൻഡിവിജ്വൽ ബേസിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. എല്ലാ കുട്ടികളിൽ നിന്നും ഒരേ എക്സ്പെക്ടേഷൻ ആക്കാതെ എന്താണ് അവരുടെ ഡിഫിക്കൽറ്റി ലെവലും അവരുടെ പേസും അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ സിംപ്ലിഫൈ ദ കണ്ടന്റ് ബട്ട് കീപ് ദ മെയിൻ ഐഡിയ അല്ലെ, നമ്മുടെ മെയിൻ ഒരു ഐഡിയ ഉണ്ടാവും ഓരോ തിയറിയിലുള്ള, ആ മെയിൻ ഐഡിയ അതിനെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ കോണ്ടന്റുകൾ എന്തൊക്കെ സിംപ്ലിഫിക്കേഷൻസ് വരുത്താം. അതുപോലെ തന്നെ എന്താണ് ഫംഗ്ഷനും അതുപോലെ തന്നെ റിയൽ ലൈഫ് എക്സാമ്പിളുകളും നമ്മൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഗ്രേഡിംഗ് സിസ്റ്റം അതുപോലെ തന്നെ ഇവാലുവേഷൻ മെത്തേഡുകളൊക്കെ എന്താക്കുക മാറ്റാം. ഒരു എല്ലാ കുട്ടികളെയും ഒരു സെയിം ലെവൽ ഇവാലുവേറ്റ് ചെയ്യാതെ കുട്ടികളുടെ ലെവൽ അനുസരിച്ച് നമുക്ക് നമ്മുടെ അസസ്മെന്റ് മെത്തേഡുകൾ നമ്മൾ എന്താക്കുക മാറ്റം വരുത്തുക. നമുക്കറിയില്ല, നമ്മളിപ്പോ ഒരു കോമ്പറ്റീഷൻ ഒക്കെ നടക്കുമ്പോൾ ഒരു സ്റ്റോറി ടെല്ലിംഗ് കോമ്പറ്റീഷൻ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു എലക്യൂഷൻ കോമ്പറ്റീഷൻ ആകുമ്പോൾ നമ്മൾ എല്ലാ കുട്ടികൾക്കും ഗ്രേഡ് ചെയ്യുക ഒരേ ലെവലാണ്. നമ്മൾ അതിന്റെയൊക്കെ ക്രൈറ്റീരിയ സെയിം ആയിരിക്കും, ജഡ്ജിങ് റൂബ്രിക് സെയിം ആയിരിക്കാം. ഒരു പക്ഷേ ഇന്റോണേഷൻ, വോയിസ് മോഡുലേഷൻ, അതുപോലെ തന്നെ കോണ്ടന്റ്, വെറൈറ്റി, എന്താണ് പിന്നെ ഐ കോണ്ടാക്ട്, ജസ്റ്റേഴ്സ്, ഇത്തരത്തിലുള്ള കുറെ ജഡ്ജിങ് റൂബ്രിക്കുകളായിട്ട് നമ്മൾ കൊടുക്കുക. പക്ഷെ നമ്മൾ കൊടുക്കുന്ന മാർക്ക് എല്ലാ ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും അനുസരിച്ചൊരു കുട്ടിക്കും 2ാം ക്ലാസ്സിലെ കുട്ടികളും അനുസരിച്ചും സെയിം ആയിരിക്കും അല്ല, അവരുടെ ലെവലിനനുസരിച്ച് നമ്മൾ എന്താക്കും ഗ്രേഡിംഗിൽ നമ്മൾ മാറ്റും. അവരുടെ എബിലിറ്റി അനുസരിച്ച് അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുക. അത്തരത്തിൽ ഇവിടെ എന്താക്കുക കുട്ടികളുടെ ലെവൽ അനുസരിച്ചുകൊണ്ട് നമ്മൾ എന്താക്കുക അതിനുള്ള ഗ്രേഡിംഗ് സിസ്റ്റം ഇവാലുവേഷൻ മെത്തേഡുകൾക്ക് മാറ്റം വരുത്തുക. അതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സാമിൻ ഡിമാൻഡ്സ് ആൻഡ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഓഫ് ദ ടാസ്ക് അല്ലെ. അപ്പൊ ടാസ്ക് ഡിമാൻഡുകൾ എന്താക്കുക എക്സാമിൻ ചെയ്യാം, എന്നിട്ട് അതിന് വേണ്ട പിന്നെ ആൾട്രേഷൻസ് വരുത്താന്നുള്ളതാണ്. അപ്പോ ഒരു എസ് എ റൈറ്റിംഗ് പിന്നെ വർക്ക് ആണെങ്കിൽ എസ് എ റൈറ്റിംഗ് എല്ലാ ആളുകൾക്കും, ചില കുട്ടികൾക്ക് ഷോർട്ട് ആൻസറുകൾ കൊടുത്താൽ മതി, ചില കുട്ടികൾ ഓറലി ആൻസർ ചെയ്താൽ മതി. പക്ഷെ കണ്ടന്റിലും മാറ്റം വരുത്തുന്നില്ല. മൂന്നാമത്തെന്ന് പറയുന്നത് എക്സാമിന്റെ എൻവയോൺമെന്റ്. മൂന്നാമത്താണ് ലേണിംഗ് എൻവയോൺമെന്റ് എക്സാം ചെയ്യുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അവിടെ ഫെസിലിറ്റേറ്റ് എന്താണ് പാർട്ടിസിപ്പേഷൻ ബൈ മോഡിഫൈങ് ഫിസിക്കൽ അറേഞ്ച്മെന്റ്, സോഷ്യൽ റൂൾസ് ആൻഡ് ചേഞ്ചിങ് ദ ലെസൺസ് ലൊക്കേഷൻ ടു സപ്പോർട്ട് എൻഗേജ്മെന്റ്. സോ ഇവിടെ എന്ന് പറയുന്നത് ഫിസിക്കൽ ആൻഡ് സോഷ്യൽ ക്ലാസ് റൂം സെറ്റിംഗ് എന്താണെന്നുള്ളതാണ് ഇവിടെ നമ്മൾ എക്സാമിൻ ചെയ്യുന്നത്. അപ്പൊ സീറ്റിംഗ് അറേഞ്ച്മെന്റുകൾ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. പിന്നെ ക്ലാസ് റൂം റൂളുകളൊക്കെ ചില മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും. അതുപോലെ തന്നെ ലേണിംഗ് ലൊക്കേഷനുകൾ അല്ലെ, ചിലപ്പോ ക്ലാസ് റൂമുകളിൽ നിന്ന് ചിലപ്പോൾ ലൈബ്രറിയിലേക്ക് പോകാം, ചില ചാപ്റ്റേഴ്സിന് നമുക്ക് ഔട്ട്ഡോർ ഏരിയാസിൽ പോകേണ്ടി വരും. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാണ്ടല്ലോ, നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ചില ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഔട്ട്ഡോർ ഏരിയാസിലേക്ക് പോകണം. അത്തരത്തിലുള്ള ഒരു ഫിസിക്കൽ എൻവയോൺമെന്റ് എക്സാമിൻ ചെയ്യാന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറയുന്നത് ഇപ്പോഴും മറക്കല കരിക്കുലം അഡാപ്റ്റേഷന്റെ നമ്മുടെ ഉദ്ധാരി അല്ലെ ഡോക്ടർ ആലീസ് ഉദ്ധാരി സോളിന്റെ ആ ഒരു ടൂളാണ്. ആ ടൂളിന്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു പോവാണ്. അപ്പൊ മൂന്നാമത്തെ ഒരു പോയിന്റാണ് നമ്മൾ പറഞ്ഞത് എക്സാം ദ ലേണിംഗ് എൻവയോൺമെന്റ്. ഓക്കെ, ദെൻ ഓക്കെ ഹിയർ ക്യാൻ സി സോ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന്റെ അടുത്ത. So after examining the instruction, task and the environment, the team should continue through the remaining steps of the flowchart to ensure every avenue of support has been considered. So നമ്മൾ നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ എൻവയോൺമെന്റ് നോക്കിയതിനു ശേഷം പിന്നെ നമ്മൾ പോകുന്നത് എക്സാമിൻ ദ ലേണിംഗ് മെറ്റീരിയൽസ് അല്ലേ.
vary the size, number, format of materials, provide alternative that allow for different modes of input and output, or that reduce abstraction for the learner. So here എന്താക്കാണ് ഇവിടെ നമ്മൾ അവരുടെ ലേണിംഗ് റിസോഴ്സ് നമ്മൾ ഫിസിക്കലി അവരുടെ എൻവയോൺമെന്റ് നോക്കി, അവരുടെ എക്സ്പെക്ടേഷൻസ് നോക്കി ഒക്കെ എക്സാമിൻ ചെയ്തു. നാലാമത്തതാണ് അവരുടെ ലേണിംഗ് റിസോഴ്സിലുള്ള മാറ്റങ്ങൾ ഇനി എന്തെല്ലാം വരുത്തേണ്ടത്, അവരുടെ ടീച്ചിങ് മെറ്റീരിയൽസിന് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, അതിന്റെ സൈസ് മാറ്റണോ, അതിന്റെ ഫോർമാറ്റ് മാറ്റണോ, അല്ലെ, നമ്പർ ഓഫ് മെറ്റീരിയൽസ് അത് മാറ്റണോ, ഇനി അതല്ല സിംപ്ലിഫൈഡ് ആയിട്ടുള്ള വിഷ്വൽ മെറ്റീരിയൽസ് നമ്മൾ കൊടുക്കണം, ഇനി അതല്ല പ്രൊവൈഡ് ഓഡിയോസ്, വീഡിയോസ്, അല്ലെങ്കിൽ ഹാൻഡ് ഓൺ റിസോഴ്സുകൾ, അല്ലെങ്കിൽ പിന്നെ ചില കണ്ടന്റുകൾ, അബ്സ്ട്രാക്ട് കണ്ടന്റുകൾ കൊടുക്കണം. അത്തരത്തിലുള്ള ആൾട്ടറേഷൻസ് എന്നൊക്കെ മാറ്റം വരുത്തണോ എന്നുള്ളത് എക്സാമിൻ ചെയ്യാം. അതാണ് നാലാമത്തെ ഒരു പോയിന്റ് എന്നുള്ളത്. അഞ്ചാമത്താണെന്ത്, എക്സാമിൻ ദ സപ്പോർട്ട് സ്ട്രക്ചർ, അല്ലെ. ശേഷം നമ്മൾ നോക്കാം examine the support structure. Determine whether assistance is needed from peer, instructors, support facilitators, therapists, or paraprofessionals, and arrange accordingly. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താക്കുക, സപ്പോർട്ട് സ്ട്രക്ചർ, അല്ലെ. ഈ കുട്ടീനെ പഠിക്കാൻ വേണ്ടി ഹൂ ഹെൽപ്സ് ദ സ്റ്റുഡന്റ് ലേൺ, കുട്ടികളെ പഠിക്കാൻ വേണ്ടി ഇവർക്ക് എവിടെ നിന്നുള്ള ആരുടെ സപ്പോർട്ടാണ് വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ അടുത്തൊരു എക്സാമിൻ ചെയ്യേണ്ടത്, അല്ലെ. നമ്മൾ കോണ്ടന്റിലുള്ള നേരത്തെ മാറ്റം വരുത്തിയതിനു ശേഷം അവർക്ക് കൃത്യമായ പിയർ സപ്പോർട്ട് വേണോ, അതല്ല എക്സ്ട്രാ ടീച്ചറുടെ അസിസ്റ്റൻസ് വേണോ, അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിന്റെ ഒരു സപ്പോർട്ട് അവർക്ക് വേണോ, അല്ലെ, ചിലപ്പോൾ തെറാപ്പിസ്റ്റുകളുടെ, പാരാപ്രൊഫഷണൽസിന്റെ, അത്തരത്തിലുള്ള ഈ ഡിഫിക്കൽറ്റി നേരിടുന്ന കുട്ടികൾക്ക് ഏത് തരത്തിലുള്ള അസിസ്റ്റൻസ് ആണോ കൊടുക്കേണ്ടത് അതിനുള്ള ഒരു എക്സാമിനാണ് അഞ്ചാമത്തത്. ആറാമത്തെ പറയുന്നത് arrange alternative activities. അങ്ങനെ എന്താക്കുക, ഡിസൈൻ എ ഡിഫറെന്റ് ബട്ട് മീനിങ്ഫുൾ ആക്ടിവിറ്റി ഫോർ ദ സ്റ്റുഡന്റ് ആൻഡ് എ സ്മോൾ പിയർ ഗ്രൂപ്പ് വിത്തിൻ ദ ക്ലാസ് റൂം, ജനറൽ എഡ്യൂക്കേഷൻ സെറ്റിംഗ് ഓർ കമ്മ്യൂണിറ്റി ബേസ്ഡ് എൻവയോൺമെന്റ്. സോ ഇവിടെ എന്താക്കുക, ലേണിംഗ് ആക്ടിവിറ്റി, അല്ലെ, ഡിഫറെന്റ് ബട്ട് മീനിങ്ഫുൾ ആയിട്ടുള്ള ലേണിംഗ് ആക്ടിവിറ്റികൾ എന്താക്കുക അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെ. ക്രിയേറ്റ് ആൾട്ടർനേറ്റ് ടാസ്ക് ഫോർ സ്റ്റുഡന്റ്, അല്ലെ. ഓരോ കുട്ടികൾക്കും എന്താണ് ഉചിതമായ രീതിയിലുള്ള ടാസ്കുകൾ കൊടുക്കുക, ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷൻസ് കൊടുക്കുക, അതുപോലെ തന്നെ ക്ലാസ് റൂം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആക്ടിവിറ്റി കൊടുക്കുക. അത്തരത്തിലുള്ള 6 സ്റ്റെപ്പുകളാണ് നമ്മൾ ഇതിൽ പറയുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ്, കരിക്കുലം അഡാപ്റ്റേഷൻസിന്റെ ഈ ഒരു ടൂൾ എന്നുള്ളത്, ഇഗ്വാലിസ് സോൾവറി ടൂളിന്റെ 6 പോയിന്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുക. ഈ ഇൻസ്ട്രക്ഷൻ എക്സാമിൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ ടാസ്ക് ഡിമാൻഡ് ഈസി ആയിട്ടാണ് ഞാൻ പറഞ്ഞതെന്ന് കരുതുന്നു. അപ്പൊ നിങ്ങളത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കൂടെ ഒന്ന് കണക്ട് ചെയ്തുകൊണ്ട് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ മാത്രമേ ഉള്ളൂ. പിന്നെ എൻവയോൺമെന്റ് നോക്കിയതിന് ശേഷം പിന്നെ അല്ലെ അവരുടെ ലേണിംഗ് മെറ്റീരിയലുകൾ, അവരുടെ ടീംസ് എന്താണ് ലേണിംഗ് സപ്പോർട്ട് വേണം, ആസ് ആൻ ആൾട്ടർനേറ്റീവ് അറേഞ്ച് ആൾട്ടർനേറ്റീവ് ആക്ടിവിറ്റീസ്. ഇങ്ങനെ 6 പോയിന്റുകളാണ് നമ്മൾ ഇതിൽ പറയുന്നത്. നമുക്ക് ഇന്ന് നമ്മുടെ ടൈം കഴിഞ്ഞിട്ടുണ്ട്, അല്ലെ. ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ പിന്നെ ഈ കരിക്കുലം അഡാപ്റ്റേഷന്റെ വാരിയസ് ടൈപ്പുകൾ പറയുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു സ്ലൈഡ് അല്ല, ഒരു പ്രസന്റേഷൻ തന്നെ നമുക്ക് വാക്കേണ്ടി ഈ ഒരു 4th ചാപ്റ്റർ. ഇച്ചിരി ലെങ്തി ചാപ്റ്റർ ആണ് 4th ചാപ്റ്റർ, ബട്ട് ഇറ്റ്സ് ഈസി. അങ്ങനെ വലിയ ഒരു ഭാര്യ കയറാമലയൊന്നുമല്ല, ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് 4th ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം 5th ചാപ്റ്റർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഒരു 2 ക്ലാസ് കൊണ്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് തീർക്കാം. അതിനുശേഷം നമുക്ക് എന്താക്കാം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്ന് വളരെ ഈസി ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത്